നമസ്കാരം. ദിശ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേറ്റഡ് LPUP പരീക്ഷകളിലെ ചില പ്രീവിയസ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ചില അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഓപ്ഷൻ ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ദമനം, യുക്തീകരണം, ഉദാത്തീകരണം, വിനിവർത്തനം. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഒന്ന് ആൻസർ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ പറഞ്ഞു. ഓപ്ഷൻ എ ദമനം, യുക്തീകരണം, ഉദാത്തീകരണം, അതുപോലെ വിനിവർത്തനം. ആൻസർ ഉദാത്തീകരണമാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഓർമ്മിക്കുക, ഉദാത്തീകരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഉദാത്തീകരണം നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയയാണ് ഇത് ഈ ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, എന്താണ് ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ? ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയ. നോക്കി, ഇവിടെ ശ്രദ്ധിച്ച് നോക്കി. കുട്ടികളില്ലാത്ത ദമ്പതിമാർ എന്ത് ചെയ്യുന്നു? അവർക്ക് അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ, അതായത് സാമൂഹിക അംഗീകാരമുള്ളൊരു പാതയിലേക്ക് അവർ തിരിച്ചുവിട്ടു, അല്ലേ? അപ്പോൾ നോക്കി, കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? സാമൂഹിക അംഗീകാരമുള്ളൊരു പാതയിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പോൾ ഓർമ്മിക്കുക, അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയയാണ് ഇത് ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഓർമ്മിച്ച് വെക്കുക, ചോദ്യവും കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി എന്നാൽ അതിൽ പറഞ്ഞ് നമ്മൾ രണ്ടാമത്തെ എന്താണ് ദമനം എന്ന് നോക്കി. ദമനം എന്താണ്? ദമനം ഓക്കെ, അതായത് വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘട്ടനങ്ങളും സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് എന്ത്? ദമനം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് ഓർമ്മിക്കേണ്ടത് ദമനം എന്താണെന്നാണ്. ഓക്കെ, എന്താണ് ദമനം എന്ന് പറഞ്ഞാൽ? നോക്കി, വേദനാജനകമായ അനുഭവങ്ങൾ, നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള മാനസിക സംഘട്ടനങ്ങൾ, നമുക്ക് സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങൾ, ഇങ്ങനെ പലതും കാണും, അല്ലേ? അപ്പോൾ ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അബോധ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? തള്ളിവിടുന്നു. അപ്പോൾ ഇങ്ങനെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ദമനം എന്ന് ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ വേദനാജനകമായ അനുഭവങ്ങൾ, മാനസിക സംഘട്ടനങ്ങൾ, സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങൾ, ഇവയെല്ലാം അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ് യുക്തീകരണം എന്നാണ് അടുത്ത് നോക്കേണ്ടത്. എന്താണ് യുക്തീകരണം എന്ന് പറഞ്ഞാൽ? വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. പോയിന്റ് ശ്രദ്ധിക്കണം. നോക്കി, വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ എന്ത് ചെയ്യുന്നു? നോക്കി, ഇതാണ് നമ്മുടെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രമാണ് യുക്തീകരണം. ഇനി ഈ യുക്തീകരണം തന്നെ രണ്ട് തരത്തിലുണ്ട് നമുക്കറിയാം. ഒന്ന് ഏതാണ്? ഒന്ന് പൊളിക്കുന്ന മുന്തിരിങ്ങാശൈലി, മറ്റൊന്ന് മധുരിക്കുന്ന നാരങ്ങാശൈലി. ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ മെയിൻ പോയിന്റ് ആദ്യം ഓർമ്മിച്ച് വയ്ക്കാം. വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് യുക്തീകരണം. ഈ യുക്തീകരണം തന്നെ രണ്ട് തരത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാണ്? ഒന്ന് പൊളിക്കുന്ന മുന്തിരിങ്ങാശൈലി, മറ്റൊന്ന് മധുരിക്കുന്ന നാരങ്ങാശൈലി. ഓർമ്മിച്ച് വയ്ക്കുക, പൊളിക്കുന്ന മുന്തിരിങ്ങാശൈലി, മറ്റൊന്ന് മധുരിക്കുന്ന നാരങ്ങാശൈലി. ഇനി ഈ യുക്തീകരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ മറ്റൊന്ന് ഓർമ്മിച്ച് വയ്ക്കണം, പ്രക്ഷേപണം. എന്നാണ് പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ? വ്യക്തി തൻ്റെ ബലഹീനതകളെ എന്ത് ചെയ്യുന്നു? മറ്റൊരാളിലേക്ക് ആരോപിക്കുന്നു. അതിനിപ്പോൾ ബോൾ അടിച്ച് നെറ്റിലിടുന്ന ടെന്നീസ് കളിക്കാൻ ഇങ്ങനെ റാക്കറ്റിലേക്കൊന്ന് നോക്കും. എന്നാണ്? ഈ റാക്കറ്റിന് എന്തോ കുഴപ്പമുണ്ടെന്ന മട്ടിൽ. അതേതാണ്? അത് പ്രക്ഷേപണമാണ്. ആ പ്രക്ഷേപണവും യുക്തീകരണവും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇതെന്താണ്? ഇത് തെറ്റായ കാരണം വഴി ന്യായീകരിക്കുന്നതാണ് യുക്തീകരണം. മറ്റൊരാളിലേക്ക് ആരോപിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രക്ഷേപണം. ഓർമ്മിച്ച് വയ്ക്കണം, മറ്റൊരാളിലേക്ക് ആരോപിക്കുന്നതിനെ പ്രക്ഷേപണം എന്നാണ് അറിയപ്പെടുന്നത്. പ്രക്ഷേപണം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിന്റ് വീണ്ടും പറഞ്ഞു. ഒന്ന് ദമനം, വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘട്ടനങ്ങളും സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങളുമൊക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ഇത് ദമനം. ഇനി അതുപോലെ രണ്ടാമത് പറഞ്ഞു എന്താണ്? യുക്തീകരണം. വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി, അവിടെ പോയിന്റ് ശ്രദ്ധിക്കണം, തെറ്റായ
കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രമാണ് യുക്തീകരണം. ഓക്കെ, ഇനി അവിടെ നമ്മൾ വീണ്ടും പറഞ്ഞു പ്രക്ഷേപണം പറഞ്ഞു നിന്നു. എന്തായിരുന്നു പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ? വ്യക്തി തൻ്റെ ബലഹീനതകളെയും കഴിവുകേടുകളെയും എല്ലാം എന്ത് ചെയ്യുന്നു? മറ്റൊരാളിലേക്ക് ആരോപിക്കുന്നതാണ് ഇത് പ്രക്ഷേപണം. ഓർമ്മിച്ച് വയ്ക്കണം. ഓക്കെ, അവിടെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഒരു കുട്ടി നേരിടുന്നതായി കണ്ടാൽ അധ്യാപകന് ഏറ്റെടുക്കാവുന്ന ഒരു പരിഹാര മാർഗമേതാണ്? അപ്പോൾ ചോദ്യം നോക്കുക. ഒരു ക്ലാസ്സിൽ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഒരു കുട്ടി നേരിടുന്നതായി കണ്ടാൽ അധ്യാപകന് ഏറ്റെടുക്കാവുന്ന ഒരു പരിഹാര മാർഗമാണ് ഇത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓർമ്മിക്കണം, ആൻസർ കേസ് സ്റ്റഡിയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. എന്നാണ് കേസ് സ്റ്റഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഈ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞത്? ഈ കേസ് സ്റ്റഡിയെ ഏക വ്യക്തി പഠനം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓർമ്മിക്കുക, കേസ് സ്റ്റഡി എന്തറിയപ്പെടുന്നുണ്ട്? ഏക വ്യക്തി പഠനം എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. കേസ് സ്റ്റഡി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ നാനാവിധത്തിലുള്ള ലഭ്യമായ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് ഇത് കേസ് സ്റ്റഡി. അപ്പോൾ എന്താണ് കേസ് സ്റ്റഡി? ഇപ്പോൾ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ ഡേറ്റയും എല്ലാ മേഖലയിൽ നിന്നും കളക്ട് ചെയ്യും. അതിനുശേഷം എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കുന്ന രീതിയാണ് ഇത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെക്കുറിച്ച് ആഴത്തിലൊരു പഠനം നടത്തുന്നു, അല്ലേ? അപ്പോൾ നോക്കി, ഒരു പ്രത്യേക കേസിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടി പഠനത്തിൽ പിന്നാക്കാവസ്ഥയാണ്. ആ പിന്നാക്കാവസ്ഥയുടെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആ കുട്ടിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ആഴത്തിൽ പഠനം നടത്തുന്നു. അതാണ് ഇത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, കേസ് സ്റ്റഡിയെ ഏക വ്യക്തി പഠനമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ നാനാവിധത്തിലുള്ള ലഭ്യമായ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് ഇത് കേസ് സ്റ്റഡി. ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനമെന്നും നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, ഒരു പ്രത്യേക കേസിൻ്റെ ആഴത്തിലുള്ള പഠനം, ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഇത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓർമ്മിച്ച് വയ്ക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതും ഓർമ്മിക്കുക, സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം എന്താണ് ഇതിനെ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ആഴത്തിൽ പഠനം നടത്തുന്നുണ്ടല്ലേ. അതുകൊണ്ട് നമുക്കിതിനെ എന്ത് വിളിക്കാം? സാമൂഹിക സൂക്ഷ്മദർശിനി. പോയിന്റ് നോട്ട് ചെയ്യുക, സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒട്ടേറെ പഠന രീതികളെ പ്രയോജനപ്പെടുത്തുന്നതിനാൽ ഇതൊരു ഹോളിസ്റ്റിക് സമീപനമാണ്. ഓർമ്മിക്കുക, ഇതൊരു ഹോളിസ്റ്റിക് സമീപനമാണ്. അപ്പോൾ പോയിന്റ് ശ്രദ്ധിക്കുക, സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇതൊരു ഹോളിസ്റ്റിക് സമീപനമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു നിശ്ചിത പഠന സമീപനമാണ് ഇതിപ്പോഴും പുലർത്തുന്നത് എന്നുകൂടി ഓർമ്മിക്കുക. ഒരു നിശ്ചിത പഠന സമീപനം പുലർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കേസ് സ്റ്റഡി എന്നാണ് നമ്മൾ സിമ്പിളായി പറഞ്ഞത്. ഓർമ്മിക്കുക, ഒരു കുട്ടിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ആ കുട്ടിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തുന്നു. ഓർമ്മിക്കുക, ആഴത്തിലുള്ള പഠനമാണ്. ഓക്കെ, ഇതിനെ സാമൂഹിക സൂക്ഷ്മദർശിനി എന്നറിയപ്പെടുന്നു. അതുപോലെ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞു, ഏക വ്യക്തി പഠനം എന്നറിയപ്പെടുന്നു, സാമൂഹിക സൂക്ഷ്മദർശിനി എന്നറിയപ്പെടുന്നു. അതുപോലെ ഇതൊരു ഹോളിസ്റ്റിക് സമീപനമാണ്, ഒരു നിശ്ചിത പഠന സമീപനമാണ് ഇതിനുള്ളത്. ഇതെല്ലാം പ്രധാനമായും കേസ് സ്റ്റഡിയുമായി ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റുകളാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ മൂന്നാമത്തെ ചോദ്യം പറയുന്നത് ഇങ്ങനെയാണ്: ശിശു വ്യവഹാര പഠനത്തിൽ പ്രസക്തമായ സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വീണ്ടും ശ്രദ്ധിക്കുക, ശിശു വ്യവഹാര പഠനത്തിൽ പ്രസക്തമായ സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കണം. ഓപ്ഷൻ എ സഞ്ചിതരേഖ, ഓപ്ഷൻ ബി സംഭവ വിവരണരേഖ, ഓപ്ഷൻ സി ആത്മപരിശോധനാ രേഖ, അതുപോലെ തന്നെ വിലയിരുത്തൽ രേഖ. അപ്പോൾ ശ്രദ്ധിക്കുക, ചോദ്യം ശിശു വ്യവഹാര പഠനത്തിൽ പ്രസക്തമായ സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? നമുക്കതായി വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് ഏത് വ്യവഹാര പഠനമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നോക്കി, ശിശു വ്യവഹാര പഠനത്തിൽ പ്രസക്തമായ സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ, പോയിന്റ് നോട്ട് ചെയ്യുക, സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ അറിയപ്പെടുന്നു എന്ത്? സംഭവ വിവരണ രേഖ. എന്താണ് സംഭവ വിവരണ രേഖ? ഇപ്പോൾ ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു ചോദ്യം എങ്ങനെയാണ്? സ്കൂൾ പരിസരത്ത് നിന്നും വിലയേറിയ ഒരു വസ്തു, ഒരു സ്വർണ്ണമാലയാണെന്ന് വിചാരിക്കുക, വിലയേറിയ ഒരു വസ്തു കളഞ്ഞു കിട്ടുന്നു.
കുട്ടി ഈ ഈ വിലയേറിയ വസ്തുവിനെ എന്ത് ചെയ്യുന്നു എന്ന് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക രേഖപ്പെടുത്തി വെക്കുന്ന രേഖയെ അറിയപ്പെടുന്ന പേരാണെന്ത്? സംഭവ വിവരണ രേഖ. കാരണം ആ നടക്കുന്ന സംഭവത്തെ അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ആ സംഭവത്തെ രേഖപ്പെടുത്തി വെക്കുന്ന രേഖയാണിത്, സംഭവ വിവരണ രേഖ. ഓർമ്മിക്കുക, ചോദ്യം ഒന്നുകൂടാ. എന്നാണ് ശിശു വ്യവഹാര പഠനത്തിൽ പ്രസക്തമായ സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ. ചോദ്യം വീണ്ടും നോക്കണം. എന്നാണ് സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ. അപ്പോഴേ നമുക്ക് പോയിന്റ് നോട്ട് ചെയ്യണം, സംഭവ വിവരണ രേഖ. ഓക്കെ, ശരി. അപ്പോൾ സംഭവ വിവരണ രേഖ എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ഉദാഹരണം പറഞ്ഞു. എന്തായിരുന്നു? സ്കൂൾ പരിസരത്ത് നിന്നും വിലയേറിയൊരു വസ്തു കളഞ്ഞു കിട്ടിയ കുട്ടി ആ കിട്ടിയ വിലയേറിയ വസ്തുവിനെ എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുന്ന അധ്യാപകൻ അതിനെ എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തി വയ്ക്കുന്നു. അത്തരം രേഖകളാണ് ഇത് സംഭവ വിവരണ രേഖ എന്ന് പറയുന്നത്. ഇനി അവിടെ നോക്കി. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് പറയാം. ഓക്കെ, അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ? എന്താണ് സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ? ഒരു കുട്ടിയെ വ്യക്തമായി മനസ്സിലാക്കാൻ തുടർച്ചയായി ആരംഭം മുതലുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ റെക്കോർഡാണ്. അത് ഒരു കുട്ടിയെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടിയെക്കുറിച്ച് ആദ്യകാലം മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള രേഖയാണ് അല്ലെങ്കിൽ അതിനുള്ള റെക്കോർഡാണ് ഇത് നമ്മുടെ സഞ്ചിത രേഖ. അപ്പോൾ കുട്ടിയുടെ ആദ്യകാലം മുതൽക്കുള്ള എല്ലാ കാര്യവും സഞ്ചിക്കകത്താക്കി വെച്ചു എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഒരു കുട്ടിയെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തുടർച്ചയായി നോട്ട് ചെയ്യുക, തുടർച്ചയായി ആരംഭം മുതലുള്ള വിവരങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി വെക്കണം. അതിനാവശ്യമായ രേഖ റെക്കോർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന റെക്കോർഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സഞ്ചിത രേഖ. ഓക്കെ, ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ തുടർച്ചയായി ആരംഭം മുതലുള്ള വിവരങ്ങൾ, വീണ്ടും ശ്രദ്ധിക്കണം, ആരംഭം മുതലുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ റെക്കോർഡ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഉപാഖ്യാന രേഖ? നോക്കി, കുട്ടികളിൽ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തിയ റെക്കോർഡ്. അതാണ് നമ്മുടെ ഏത്? സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ. ഓക്കെ, എന്താണ് പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ. നോക്കി, കുട്ടികളിൽ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തിയ റെക്കോർഡ്. ഞാൻ പറഞ്ഞു, എന്നാണ് സ്കൂൾ പരിസരത്ത് നിന്നും വിലയേറിയൊരു വസ്തു കളഞ്ഞു കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്നു? അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ആ കുട്ടി ആ വിലയേറിയ വസ്തുവിനെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നടക്കുന്ന സംഭവത്തെ നിരീക്ഷിക്കുന്ന അധ്യാപകൻ അതിനെ രേഖപ്പെടുത്തുന്നു. അതാണ് ഇത് സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ. നോക്കി, ഇവിടെ നമുക്ക് ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്ന് പറയുന്ന ഒന്ന്, കൃത്യമായി കുട്ടിയുടെ പേര് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ സംഭവ വിവരണം, ആ നടക്കുന്ന സംഭവത്തെ അതേപോലെ എഴുതി വയ്ക്കുന്നു. അതിനുശേഷം സംഭവ വ്യാഖ്യാനം. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു? ആ കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ആണെങ്കിൽ സ്വർണ്ണമാല, അല്ലെങ്കിൽ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു? വീട്ടിൽ കൊണ്ടുപോകും, അല്ലേ? ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു? അത് കൃത്യമായി അധ്യാപകനെ ഏൽപ്പിക്കുന്നു. ചില കുട്ടികൾ വീട്ടിൽ കൊണ്ടുപോയി അത് രക്ഷകർത്താക്കളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നടക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ നടക്കുന്ന സംഭവത്തെ ആദ്യം അധ്യാപകൻ രേഖപ്പെടുത്തി വയ്ക്കും. അതിനുശേഷം അധ്യാപകൻ അതിനെ വ്യാഖ്യാനിക്കുന്നു. കാര്യം, ഈ നടന്ന സംഭവത്തിൽ കുട്ടി ഇപ്പോൾ അതിനെ വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ആരും അറിയാതെ രഹസ്യമാക്കി മാറ്റി. അപ്പം നമുക്ക് പറയാം ആ കുട്ടിയുടെ മനസ്സ് നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി അധ്യാപകനെ ഏൽപ്പിക്കുന്ന കുട്ടി, അവിടെ നമുക്ക് കൃത്യമായി കുട്ടിയുടെ മനസ്സ് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. നടന്ന സംഭവത്തെ എന്ത് ചെയ്യുന്നു? അധ്യാപകൻ വ്യാഖ്യാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ടത് ഉപാഖ്യാന രേഖ അഥവാ സംഭവ വിവരണ രേഖ. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കുന്നത് ഇതാണ് ആത്മപരിശോധനാ രേഖ. ആത്മപരിശോധനാ രേഖയുടെ വക്താക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് വില്യം വൂണ്ടും അതുപോലെ തന്നെ എഡ്വേർഡ് ടിച്ച്നറും. ഓർമ്മിക്കുക, ആത്മപരിശോധനാ രേഖയുടെ പ്രധാന വക്താക്കളാണ് വില്യം വൂണ്ട്, എഡ്വേർഡ് ടിച്ച്നർ. ആത്മനിഷ്ഠ രീതി ആദ്യമായി ഉപയോഗിച്ചതാരാണ്? വില്യം വൂണ്ടാണ്. ഓക്കെ, ഇനി അവിടെ നോക്കി ആത്മനിഷ്ഠ രീതിയെ ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് അതാരെന്ന് ചോദിച്ചാൽ ഓർമ്മിക്കേണ്ടത് അത് എഡ്വേർഡ് ടിച്ച്നറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഈ ആത്മനിഷ്ഠ രീതി അഥവാ ആത്മപരിശോധനാ രേഖയുടെ പ്രധാന വക്താക്കൾ എന്ന് പറയുന്നത് വില്യം വൂണ്ടും എഡ്വേർഡ് ടിച്ച്നറുമാണ്. എന്നാൽ ഈ ആത്മനിഷ്ഠ രീതി അല്ലെങ്കിൽ ആത്മപരിശോധനാ രേഖ ഈ ആത്മപരിശോധനാ രേഖ ആദ്യമായി ഉപയോഗിച്ചത് വില്യം വൂണ്ടാണ്. എന്നാൽ അതിനെക്കുറിച്ച് എങ്ങനെയാക്കി കുറച്ചുകൂടി ശാസ്ത്രീയവും കൃത്യനിഷ്ഠവുമാക്കി മാറ്റിയത് ആരായിരുന്നു? അത് എഡ്വേർഡ് ടിച്ച്നറാണ്. ഇനി എന്താണ് ഈ ആത്മപരിശോധനാ രീതി അല്ലെങ്കിൽ ആത്മനിഷ്ഠ രീതി എന്ന് പറഞ്ഞാൽ? ബോധമണ്ഡലത്തിലെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടി സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കലിനാണ് ഇവിടെ പ്രാധാന്യം. അതായത് ആത്മപരിശോധന അല്ലെങ്കിൽ ആത്മനിഷ്ഠ
എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ തന്നെ സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ അയാളെക്കുറിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, പഠനവിധേയമാക്കുന്നു. ഓക്കെ, അതാണ് ഇത് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. നോക്കുക, ബോധമണ്ഡലത്തിലെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടി സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കലിനാണ് ഇവിടെ പ്രാധാന്യം എന്ന് ഓർമ്മിക്കുക. ഇനി നോക്കി, ഉള്ളിലേക്ക് എന്നർത്ഥം വരുന്ന ഇൻട്രോ, അതുപോലെ തന്നെ നോക്കുക എന്നർത്ഥം വരുന്ന സ്പെക്യർ എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ആത്മനിഷ്ഠ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ തന്നെ മാനസിക അവസ്ഥകളെയും മാനസിക പ്രശ്നങ്ങളെയും എല്ലാം സ്വയം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കലിനാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി അയാളെക്കുറിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, പഠനവിധേയമാക്കുന്നു, സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ അയാൾ നോക്കുന്നു. ഓർമ്മിക്കുക, ഉള്ളിലേക്ക് എന്നർത്ഥം വരുന്ന ഇൻട്രോ, നോക്കുക എന്നർത്ഥം വരുന്ന സ്പെക്യർ എന്നീ വാക്കുകൾ കൂടിച്ചേർന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന പദം രൂപം കൊണ്ടത്. ഓക്കെ, ആത്മനിഷ്ഠ രീതി ഓർമ്മിക്കുക. ഇനി നോക്കുക, ചിന്തകൾ, അതുപോലെ തന്നെ വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയ മാനസിക പ്രതിഭാസങ്ങളെയും പ്രക്രിയകളെയും വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയുമാണ് ഈ രീതിയിലൂടെ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒരാളുടെ ചിന്തകൾ, അതുപോലെ തന്നെ അയാളുടെ വികാരങ്ങൾ, അതുപോലെ അയാളുടെ ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, അയാളുടെ തന്നെ ഉള്ളിലേക്ക് നോക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, അത് അയാളെക്കുറിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, പഠനവിധേയമാക്കുന്നു. ഇതാണ് ഇത് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഈ ആത്മനിഷ്ഠ രീതി ഒരിക്കലും എന്തല്ല പ്രായോഗികമല്ല. അതുപോലെ തന്നെ കുട്ടികളിലും ഇതാണ് ഈ ആത്മനിഷ്ഠ രീതി എന്തല്ല പ്രായോഗികമല്ല എന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, എബ്രഹാം മാസ്ലോ അവതരിപ്പിക്കുന്ന മനുഷ്യ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് നോക്കി, ഏറ്റവും ഉയർന്ന തലം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. എന്നാൽ ഇതിൽ തന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ട തലം ഏതാണെന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, രണ്ട് തലങ്ങൾക്കിടയിൽ വരുന്ന ചോദ്യം ഏതാണ്, രണ്ട് തലങ്ങൾക്കിടയിൽ വരുന്ന ആവശ്യം ഏതാണെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ പല രീതിക്ക് മാറി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എബ്രഹാം മാസ്ലോ അവതരിപ്പിക്കുന്ന മനുഷ്യ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ ഓർമ്മിക്കുക, ആൻസർ ആത്മസാക്ഷാത്കാരം. ഇനി അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, എബ്രഹാം മാസ്ലോ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെയാണ്. മനുഷ്യൻ്റെ ഓരോ ഘട്ടങ്ങളിലും മനുഷ്യൻ എന്താണ്, ആവശ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒരാവശ്യം പൂർത്തീകരിക്കുന്ന സമയത്ത് അവൻ എന്താണ്, അടുത്ത ആവശ്യങ്ങൾ ഉടലെടുക്കുന്നു. ഓക്കെ, അപ്പോൾ എബ്രഹാം മാസ്ലോ പറഞ്ഞിരിക്കുന്നു, മനുഷ്യ ആവശ്യങ്ങൾക്ക് എന്താണ് ഒരു ശ്രേണി തന്നെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ട ആവശ്യം ഏതാണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ശാരീരിക ആവശ്യങ്ങളാണ്. ഓർമ്മിക്കുക, പോയിന്റ് ശ്രദ്ധിക്കണം. നമ്മുടെ ചോദ്യം ഇതാണ്, എബ്രഹാം മാസ്ലോ അവതരിപ്പിക്കുന്ന മനുഷ്യ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഏതെന്നാണ് ചോദ്യം. നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എബ്രഹാം മാസ്ലോയുടെ മനുഷ്യ ആവശ്യങ്ങളുടെ ശ്രേണിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമുക്ക് പരീക്ഷയ്ക്ക് വേറെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്, അതിലെ പ്രാഥമിക ആവശ്യം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ പോയിന്റ് ഓർമ്മിക്കുക, പ്രാഥമിക ആവശ്യം വേണ്ടത് ശാരീരിക ആവശ്യം. അതുപോലെ തന്നെ അടുത്ത വേണ്ടതാണ് ഇത് സുരക്ഷിതത്വം. ഇതാണ് സുരക്ഷിതത്വം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. അടുത്തത് ആദരിക്കപ്പെടുക. അടുത്തത് വൈജ്ഞാനികം, സൗന്ദര്യാത്മകം, അതുപോലെ ആത്മസാക്ഷാത്കാരം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ട ആവശ്യം ഏതാണ്, ചോദ്യമുണ്ട് പ്രീവിയസ്. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആവശ്യം ഏതാണ്, ആത്മസാക്ഷാത്കാരം. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെയും വരും, അതായത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുകയ്ക്കും ശാരീരിക ആവശ്യങ്ങൾക്കും ഇടയിൽ വരുന്ന ആവശ്യം ഏതാണ്, ആൻസർ സുരക്ഷിതത്വം. അപ്പോൾ ഇങ്ങനെയുള്ള പല ടൈപ്പ് ചോദ്യങ്ങളുണ്ട്, അതെല്ലാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഒന്ന് വീണ്ടും പറഞ്ഞു പഠിക്കുക, ശാരീരിക ആവശ്യങ്ങൾ, ഒന്നേതാണ് ശാരീരിക ആവശ്യങ്ങൾ. രണ്ട് പഠിക്കേണ്ടത് സുരക്ഷിതത്വം, രണ്ടേതാണ് സുരക്ഷിതത്വം. മൂന്ന് പഠിക്കുക സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ഏതാണ് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. അടുത്ത പഠിക്കുക ആദരിക്കപ്പെടുക. ഓക്കെ, വൈജ്ഞാനികം, സൗന്ദര്യാത്മകം, ആത്മസാക്ഷാത്കാരം. പറഞ്ഞ് പഠിക്കുക. ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക, വൈജ്ഞാനികം, സൗന്ദര്യാത്മകം, ആത്മസാക്ഷാത്കാരം. ഓക്കെ, ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആവശ്യം എന്ന് ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരം. പ്രാഥമിക ആവശ്യം ഏതാണെന്ന് ചോദിച്ചാൽ ശാരീരിക ആവശ്യങ്ങൾ. ശാരീരിക ആവശ്യങ്ങൾക്ക് തൊട്ട് മുകളിൽ വരുന്ന ആവശ്യം എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യനും ഉണ്ട്, അത് പഠിക്കുക. സുരക്ഷിതത്വം, അതുപോലെ ഒന്നിന് താഴെ വരുന്ന ഏതാണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പഠിക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞ് പഠിക്കുക. അപ്പോൾ ചോദ്യങ്ങൾ ഓർമ്മിക്കണം. പ്രാഥമിക ആവശ്യം പഠിക്കുക, ഏറ്റവും ഉയർന്ന തലത്തിൽ ആവശ്യം പഠിക്കുക,
ഇനി ഒന്നിന് തൊട്ട് മുകളിൽ വരുന്ന എന്ന ചോദ്യമുണ്ട്, അത് പഠിക്കുക. രണ്ട് ആവശ്യങ്ങൾക്കിടയിൽ വരുന്ന ആവശ്യം എന്താണെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതും. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഈ ഓർഡർ തന്നെ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. നോക്കി, വിരൽ നുകരൽ ഡാഷ് എന്ന സമായോജന തന്ത്രമാണ്. വിരൽ നുകരൽ എന്നത് ഡാഷ് എന്ന സമായോജന തന്ത്രമാണ്. ഓപ്ഷൻ എ തന്നിരിക്കുന്നു അഹം കേന്ദ്രികത്വം, ഓപ്ഷൻ ബി സഹാനുഭൂതി പ്രേരണം, ഓപ്ഷൻ സി പ്രതിപൂർത്തി, ഓപ്ഷൻ ഡി പ്രതിഗമനം അല്ലെങ്കിൽ പശ്ചാത്ഗമനം എന്നും പറയും. പ്രതിഗമനം അല്ലെങ്കിൽ പശ്ചാത്ഗമനം. ഓക്കെ, എന്താണ് ഈ പശ്ചാത്ഗമനം എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഈ പശ്ചാത്ഗമനം എന്ന് പറഞ്ഞാൽ? കാരണം എന്താണ്? ഇതിന് ആൻസർ പശ്ചാത്ഗമനമാണ്. ഓക്കെ, കാരണം വിരൽ നുകരൽ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്കറിയാം നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യമാണ് അല്ലേ, ഈ വിരൽ നമ്മളിങ്ങനെ ഉറിഞ്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ വിരൽ നുകരൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പശ്ചാത്ഗമനം, ഒരു പ്രതിരോധ തന്ത്രമാണിത്, ഒരു സമായോജന ക്രിയാതന്ത്രമാണിത്. ഇതേതാണ് വിരൽ നുകരൽ എന്നത് എന്നാണ് പശ്ചാത്ഗമനം അഥവാ പ്രതിഗമനം എന്ന് പറഞ്ഞാൽ. എന്താണ് പശ്ചാത്ഗമനം നോക്കാം. അതായത് നമുക്ക് ഈ പശ്ചാത്ഗമനം പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓർമ്മിച്ചിരിക്കേണ്ട ഒരു സിനിമയുണ്ട്. ജയറാമിൻ്റെ ഒരു സിനിമയാണ് എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്നൊരു സിനിമ. ഓക്കെ, അപ്പോൾ ആ സിനിമയിൽ എന്താണ്, രണ്ടാമത് ഒരു ഇളയ കുട്ടി ജനിക്കുന്ന സമയത്ത് മൂത്ത കുഞ്ഞിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യുന്നുണ്ട്, തന്നെയും കൂടുതൽ മറ്റുള്ളവർ ശ്രദ്ധിക്കണം എന്നതിന് വേണ്ടി മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ലെങ്കിൽ കുഞ്ഞിനെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ അച്ഛനോടും അമ്മയോടൊക്കെ തലമുടി ചീകി തരാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സീനുകളും അതിനകത്തുണ്ട്. അപ്പോൾ ആ സീനെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന പ്രതിരോധ തന്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, പോയിന്റുകൾ നോക്കാം. വ്യക്തി വികസനത്തിൻ്റെ ഒരു മുൻഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന തന്ത്രമാണിത്. കണക്ട് ചെയ്യണം. നോക്കി, വ്യക്തി വികസനത്തിൻ്റെ ഒരു മുൻഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന തന്ത്രം, അത് വികസനത്തിൻ്റെ പുരോഗമന ചലനത്തിൻ്റെ വിപരീത പ്രയാണവും വ്യക്തിത്വ ഘടനയുടെ പ്രാചീന രൂപത്തിലേക്കുള്ള മടക്കവുമാണ്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, വ്യക്തി തിരികെ പോവുകയാണ്. ഇവിടെ വികസനം സംഭവിച്ചു അല്ലേ, വ്യക്തിത്വ വികാസം സംഭവിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നു, വ്യക്തി എന്നാണ് ആ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന തന്ത്രമാണ്. അതായത് നോക്കുക, ഒരു പുതിയ ശിശു ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുൻപ് കിട്ടിയിരുന്നത്ര ലാളന ലഭിക്കാതെ വരുന്നു. മാതാപിതാക്കൾ തന്നെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി കുട്ടി കരയുക, കിടക്കയിൽ മൂത്രമൊഴിക്കുക തുടങ്ങിയ പഴയ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു എന്ത്, പശ്ചാത്ഗമനം. എന്താണ് പശ്ചാത്ഗമനം അഥവാ പ്രതിഗമനം? വ്യക്തി അല്ലെങ്കിൽ കുട്ടി വികസനത്തിൻ്റെ ഒരു മുൻഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന തന്ത്രമാണിത്. ഓക്കെ, ഇപ്പോൾ വിരൽ നുകരൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രതിരോധ തന്ത്രമാണ്. ഏതാണ് ഉദാഹരണം? നമ്മൾ പറഞ്ഞു ഏതാണ്, പശ്ചാത്ഗമനം അഥവാ പ്രതിഗമനം. ഓക്കെ, ഇപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക, പ്രതിഗമനം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. എയ്ബ് എന്ന കുട്ടിയുടെ മാനസിക വയസ്സ് 12 കുട്ടിയുടെ കാലിക വയസ്സ് 10 IQ എത്ര? അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ അറിയാം. IQ ഇൻ്റലിജൻറ്റ് കോഷ്യൻ IQ = എന്നാണ് MA/CA × 100 ആണല്ലേ. അതായത് മാനസിക പ്രായത്തെ എന്നാണ് നിലവിലെ പ്രായം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു എന്ത് ചെയ്യണം, 100 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. എയ്ബ് എന്ന കുട്ടിയുടെ മാനസിക വയസ്സ് അതായത് മെൻ്റൽ ഏജ് തന്നിട്ടുണ്ട്. എത്ര? 12. കുട്ടിയുടെ കാലിക വയസ്സ് ക്രോണോളജിക്കൽ ഏജ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിലവിലെ പ്രായം തന്നിട്ടുണ്ട് 10 വയസ്സ്. കാലിക വയസ്സ് തന്നിട്ടുണ്ട് 10 വയസ്സ്. എങ്കിൽ IQ കണ്ടെത്തുക. IQ = MA/CA × 100 ആണ്. അപ്പോൾ ഞാൻ എഴുതി IQ = അടുത്ത MA നമ്മൾ നോക്കി എത്രയാണ്, 12 ഡിവൈഡഡ് ബൈ CA നമ്മൾ നോക്കി എത്രയാണ്, 10 ഇൻറ്റു എത്ര എഴുതി, 100. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഈ സീറോയും കട്ട് ചെയ്തു. അപ്പോൾ ആൻസർ 12 × 10 കിട്ടി. നമുക്ക് അവിടെ ആൻസർ എഴുതാം 120 എന്ന് കിട്ടി. അപ്പോൾ IQ 120 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ IQ = MA/CA ഇൻറ്റു എത്ര, 100 ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ആൻസർ 120 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ ഇനി അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം നോക്കുക. എറിക് എറിക്സണിൻ്റെ മാനസിക അല്ലെങ്കിൽ സാമൂഹ്യ വികാസ പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം ഏത്? പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം ഏത് എന്നാണ് ചോദ്യം. അതായത് എറിക് എറിക്സൺ പറഞ്ഞിരിക്കുന്നത്, എറിക് എറിക്സൻ്റെ അഭിപ്രായത്തിൽ മാനസിക സാമൂഹിക വികാസ പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം ഏത്?
അതായത് എറിക് എച്ച് എറിക്സൺ മനോസാമൂഹിക വികാസ സിദ്ധാന്തം അല്ലെങ്കിൽ സാമൂഹിക വികാസ സിദ്ധാന്തത്തിൻ്റെ വക്താക്കളിൽ ഒരാളാണ് ആദ്യം എറിക് എച്ച് എറിക്സൺ. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ഓരോ കുട്ടികളുടെയും ഓരോ വികസന ഘട്ടത്തിലും ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. ഈ പ്രതിസന്ധികളെ കൃത്യമായി തരണം ചെയ്താൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അടുത്ത ഘട്ടത്തിലേക്ക് വിജയകരമായി ചലിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിനും എന്തുണ്ട്, ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ പ്രതിസന്ധി ഘട്ടങ്ങളെ കൃത്യമായി തരണം ചെയ്താൽ മാത്രമേ വ്യക്തിയുടെ വ്യക്തിത്വ വികാസം പൂർണ്ണമാവുകയുള്ളൂ. ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഒന്ന് മുൻകൈ എടുക്കൽ, മറ്റൊന്ന് കുറ്റബോധം, അതുപോലെ സ്വത്വം സ്ഥാപിക്കൽ, സ്വത്വ സ്ഥാപന പ്രതിസന്ധി, അധ്വാനം, അപകർഷത, സ്വയം തീരുമാനം, അതുപോലെ തന്നെ ലജ്ജ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് എറിക് എറിക്സണിൻ്റെ മാനസിക സാമൂഹ്യ വികാസ പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷമേറും. അപ്പം നമുക്ക് ഈ എറിക് എച്ച് എറിക്സൺ സാമൂഹിക വികാസം 8 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 8 ഘട്ടങ്ങളും അതിൻ്റെ പ്രായവും കൃത്യമായി പഠിക്കാം. ഇത് നമുക്ക് ഈസിയായി തിരികെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ആൻസർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം 8 ഘട്ടങ്ങൾ നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഹെഡിങ് കൊണ്ട് എറിക് എച്ച് എറിക്സണിൻ്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സാമൂഹിക വികാസ സിദ്ധാന്തം അനുസരിച്ച് സാമൂഹിക വികാസം സാധ്യമാകുന്നത് 8 ഘട്ടങ്ങളിലൂടെയാണ്. ഇതിലെ ഓരോ ഘട്ടത്തിനും എന്തുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അടുത്ത ഘട്ടത്തിലേക്ക് വിജയകരമായി നമുക്ക് ചലിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നോക്കുക, പ്രാഥമിക വിശ്വാസം, അതുപോലെ തന്നെ വിശ്വാസം വേഴ്സസ് അവിശ്വാസം. നോക്കുക, പ്രാഥമിക വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അതായത് ജനനം മുതൽ 1 വയസ്സ് വരെയാണ് ഈ വിശ്വാസം അവിശ്വാസം. അതായത് ജനനം മുതൽ 1 വയസ്സ് വരെ. അപ്പോൾ നമ്മൾ വിശദമായിട്ട് ഇതിനകത്ത് കയറുന്നില്ല. ആ മുകളിലുള്ള പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ജനനം മുതൽ 1 വയസ്സ് വരെ. കാരണം ഇവിടെ നമുക്ക് പോയിന്റ് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പറയാനുണ്ട്. അതായത് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞ കുട്ടിയൊക്കെ എന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, കരയും. ഇവർ കരയുന്ന സമയത്ത് ആര് വരും, അമ്മ വരും. അപ്പോൾ കരയുന്ന സമയത്ത് അമ്മ വരും എന്ന് എന്തുകൊണ്ട് അവർക്ക് വിശ്വാസമുണ്ട്. എന്നാൽ അമ്മ വരാതിരിക്കുന്നൊരു സാഹചര്യം, അമ്മ നഷ്ടപ്പെട്ട കുട്ടികളാണെന്ന് വിചാരിക്കുക. എന്നാൽ ഇവരെത്ര കരഞ്ഞാലും വിശന്ന് കരഞ്ഞാലും ചിലപ്പോൾ സമയത്ത് അമ്മ ഇല്ലല്ലോ. കാരണം അപ്പം അമ്മ ഇല്ലാത്തൊരവസ്ഥയാണല്ലേ. അപ്പോൾ അവർ കരഞ്ഞാലും അമ്മ വരുന്നില്ല. അപ്പോൾ അപ്പോഴാണ് കുട്ടികൾ എന്ത് ഉടലെടുക്കുന്നത്, അവിശ്വാസം ഉടലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് ഈ പ്രതിസന്ധി ഘട്ടം. ഇപ്പോൾ ഇങ്ങനെ ഒരു അവിശ്വാസം കുട്ടികളിൽ ഉടലെടുക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ കുട്ടികൾ കരയുന്ന സമയത്തിന് എന്ത് ചെയ്യുന്നു, അമ്മ ഓടിയെത്തുന്നു. അതാണ് കുട്ടികൾക്ക് വിശ്വാസം ഉടലെടുക്കുന്നതിന് കാരണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നും എടുത്ത് പറയാനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലും അതുപോലെ തന്നെ റെഗുലർ ക്ലാസ്സിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറുമായി ഒന്ന് ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ നിലവിൽ ഇതിൻ്റെ ഈ മുകളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വിശദമായ ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് അതെല്ലാം കൃത്യമായി കണ്ട് നോട്ടുകളെല്ലാം കൃത്യമായി തയ്യാറാക്കി വയ്ക്കാം. ഓക്കെ, അടുത്ത നമ്മൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഘട്ടം. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സ്വാശ്രയത്വം, ജാള്യതയും സംശയവും. നോക്കി, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന പ്രായം 1 മുതൽ 3 വയസ്സ് വരെയാണ്. 1 മുതൽ 3 വയസ്സ് വരെ. ഓക്കെ, പ്രായം കൃത്യമായി ശ്രദ്ധിക്കണം, അതുപോലെ ഘട്ടങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത 3 മുൻകൈ എടുക്കൽ, കുറ്റബോധം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. പ്രായം ശ്രദ്ധിച്ച് 3 മുതൽ 6 വയസ്സ് വരെ. 3 മുതൽ 6 വയസ്സ് വരെ. ഇനി അടുത്ത 4 ഊർജ്ജസ്വലത, അപകർഷത. ഓക്കെ, 6 മുതൽ 12 വയസ്സ് വരെ. 6 മുതൽ 12 വയസ്സ് വരെ ഊർജ്ജസ്വലത, അപകർഷത. ഓക്കെ, ഇനി നോക്കേണ്ടത് സ്വ അവബോധം, റോൾ സംശയങ്ങൾ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. 12 മുതൽ 18 വയസ്സ് വരെ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ആഴത്തിലുള്ള അടുപ്പം, ഒറ്റപ്പെടൽ. ആഴത്തിലുള്ള അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ. 18 മുതൽ 35 വയസ്സ് വരെ. ഓക്കെ, യൗവന കാലഘട്ടം 18 മുതൽ 35 വയസ്സ് വരെ. ഇനി സൃഷ്ടി വേഴ്സസ് മുരടിപ്പ്. 35 മുതൽ 60 വയസ്സ് വരെ. 35 മുതൽ 60 വയസ്സ് വരെ. ഓക്കെ, പുതുതലമുറയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടം. എന്നാൽ അതിന് സാധിക്കാതെ ജീവിതത്തിൽ മുരടിപ്പ് അനുഭവപ്പെടുന്നു. അടുത്തത് 60 വയസ്സിന് ശേഷം മനസ്സന്തുലനം വേഴ്സസ് തളർച്ച. അതായത് നമ്മൾ ഈ മുകളിൽ പറയുന്ന എല്ലാ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ച
ഒരു വ്യക്തിക്ക് ജീവിതാവസാനം എന്ന് പറയുന്നത് എന്താണ്? മനസ്സന്തുലനമായിരിക്കും. എന്നാൽ അതിന് സാധിക്കാതെ വരുന്ന വ്യക്തികൾക്കാണ് എന്ത് അനുഭവപ്പെടുന്നത്? ജീവിതത്തിൽ വല്ലാത്തൊരു തളർച്ച. ഓക്കെ, അപ്പോൾ പോയിന്റുകൾ ശ്രദ്ധിക്കണം. അത് 60 വയസ്സിന് ശേഷമാണ്. ഇനി നമുക്കൊന്നുകൂടെ തിരിച്ചു പോകാം. നമ്മൾ പറഞ്ഞ പോയിന്റിൽ ഒന്ന് ശ്രദ്ധിച്ച്, ഒന്ന് പ്രാഥമിക വിശ്വാസം വേഴ്സസ് അവിശ്വാസം. ഞാൻ കരഞ്ഞാൽ അമ്മ ഓടി വരുമെന്നുള്ള വിശ്വാസം, എന്നാൽ അമ്മ വരാതിരുന്നാൽ ഉടലെടുക്കുന്നു അവിശ്വാസം. സ്വാശ്രയത്വം, ജാള്യതയും സംശയവും. രണ്ടാം ഘട്ടം പറഞ്ഞു 1 മുതൽ 3 വയസ്സ് വരെ. അടുത്ത പറഞ്ഞു മൂന്നാമത്തെ ഘട്ടം മുൻകൈ എടുക്കൽ കുറ്റബോധം 3 മുതൽ 6 വയസ്സ് വരെ. ഓക്കെ, അടുത്ത നാലാമത് പറഞ്ഞു ഏതാണ്? ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത. ഓക്കെ, 6 മുതൽ 12 വയസ്സ് വരെ, 1-ാം ക്ലാസ് മുതൽ ഏകദേശം 7-ാം ക്ലാസ് വരെയൊക്കെയുള്ള കാലഘട്ടം. അവബോധം, റോൾ സംശയങ്ങൾ 12 മുതൽ 18 വയസ്സ് വരെ കൗമാര കാലഘട്ടം. അപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. 12 മുതൽ 18 വയസ്സ് വരെ കൗമാര കാലഘട്ടമാണ്. അടുത്ത ആഴത്തിലുള്ള അടുപ്പം വേഴ്സസ് ഒറ്റപ്പെടൽ, നമുക്കറിയാം യൗവന കാലഘട്ടം. ഓക്കെ, ഇനി അതുപോലെ തന്നെ സൃഷ്ടി വേഴ്സസ് മുരടിപ്പ് 35 മുതൽ 60 വയസ്സ് വരെ, മധ്യവയസ്സ് കാലഘട്ടമാണ് അല്ലേ. അതുപോലെ തന്നെ മനസ്സന്തുലനം വേഴ്സസ് തളർച്ച 60 വയസ്സിന് ശേഷം വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നോക്കി, എറിക് എറിക്സന്റെ മാനസിക സാമൂഹിക വികാസ പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം ഏതാണ്? പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം നമുക്ക് ഈസി ആയിട്ട് അറിയാം. ഇനി പ്രായം ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. പ്രൈമറി തലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അപ്പോൾ മുൻകൈ എടുക്കൽ കുറ്റബോധമാണ് ആൻസർ. ഓക്കെ, മുൻകൈ എടുക്കൽ കുറ്റബോധമാണ് ആൻസർ, ഓർമ്മിച്ച് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കിനി അടുത്ത ചോദ്യത്തിലടക്കാം. അടുത്ത ചോദ്യം നോക്കുക. ഓക്കെ, ഇംഗ്ലീഷ് അധ്യാപകനെ പേടിച്ചാണ് സുരേഷ് 4-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചത്. 6-ാം ക്ലാസ്സിലെത്തിയ സുരേഷിന് 4-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അതേപോലുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിക്കാനെത്തിയപ്പോൾ ഭയം കൂടി വന്നു. പാവ്ലോവിൻ്റെ പ്രധാന ആശയങ്ങൾ ഏതുമായി ഈ അനുഭവം ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം ക്ലിയർ ആണ്. ഇംഗ്ലീഷ് അധ്യാപകനെ പേടിച്ച് സുരേഷ് എന്ത് ചെയ്യുന്നു? 4-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചത് ആ അധ്യാപകനെ പേടിച്ചാണ്. 6-ാം ക്ലാസ്സിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ സുരേഷിനെ 4-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അതേപോലുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിക്കാൻ എത്തിയപ്പോൾ ഭയം കൂടി വന്നു. പാവ്ലോവിൻ്റെ പ്രധാന ആശയങ്ങൾ ഏതുമായി ഈ അനുഭവം ബന്ധപ്പെട്ടിരിക്കുന്നു? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്കിനി നോക്കാം. ഓപ്ഷൻ എ ശ്രദ്ധിക്കേണ്ടത് ചോദക സാമാന്യവൽക്കരണം. ഓപ്ഷൻ ബി വിലോപം. ഓപ്ഷൻ സി ശ്രദ്ധിക്കേണ്ടത് ചോദക പ്രബലനം. അതുപോലെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് പുനഃപ്രാപ്തി. ഓക്കെ, നമുക്ക് എന്താണ് ഇതിൻ്റെ കൃത്യമായ ആൻസർ നോക്കാം. അതിന് മുന്നേ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പാവ്ലോവ് നടത്തിയ പരീക്ഷണം എന്ന് ആലോചിക്കും. എന്താണ് ഈ പാവ്ലോവ് നടത്തിയ? ആദ്യമേ ഓർമ്മിക്കുക, പാവ്ലോവ് പരീക്ഷണം നടത്തുന്നത് നായയിലാണ് ഇദ്ദേഹം പ്രധാനമായും പരീക്ഷണം നടത്തുന്നത്. അതായത് വിശന്ന ഒരു നായയെ യാന്ത്രിക സംവിധാനങ്ങൾ ഘടിപ്പിച്ച ഒരു മേശയുമായി ഇദ്ദേഹം ബന്ധിപ്പിച്ചു. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? ചില കണ്ണാടികളുടെ സഹായത്തോടു കൂടി ഇദ്ദേഹം നായയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇദ്ദേഹം നായയ്ക്ക് ഇറച്ചി കഷ്ണം നൽകാനുള്ള സംവിധാനം ഒരുക്കുന്നു. ഈ ഇറച്ചി കഷ്ണം നൽകുന്ന സമയത്ത് നായയുടെ വായിൽ നിന്നും എന്തുണ്ടാകുന്നുണ്ട്? ഉമിനീർ ശ്രവണം ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങളോട് എപ്പോഴേ മനസ്സിൽ ഓർമ്മിക്കേണ്ടത്, ഇദ്ദേഹം നൽകിയ ഈ ഇറച്ചി കഷ്ണം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്റ്റിമുലസ് ആണ്. അപ്പോൾ നായയിൽ നിന്നുണ്ടായ ഉമിനീർ ശ്രവണം എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറലായിട്ടുണ്ടായിരുന്ന ഒരു പ്രതികരണവുമാണ് അല്ലേ, ഒരു നാച്ചുറൽ റെസ്പോൺസുമാണ്. ഇനി നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു നാച്ചുറൽ ഒരു ചോദകവും ഉണ്ടായിരുന്നു, അതിന് കൃത്യമായി എന്തുണ്ടായിരുന്നു? ഒരു പ്രതികരണവും ഉണ്ടായിരുന്നു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ചോദകവും പ്രതികരണവും ഇത് തമ്മിലുള്ള ഈ ബന്ധത്തിൽ നമ്മളൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. ഓക്കെ, ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു മാറ്റം വരുത്താൻ പോവുകയാണ്. അതായത് നമ്മൾ ഈ ചോദകത്തിന് പകരം നമ്മളിവിടെ എന്ത് കൊണ്ടുവരാൻ പോകുന്നു? ഒരു കൃത്രിമ ചോദകം കൊണ്ടുവരും. അതായത് നാച്ചുറൽ സ്റ്റിമുലസിന് പകരം ഞാൻ എന്ത് കൊണ്ടുവരാൻ പോകുന്നു? ഒരു കൃത്രിമ ചോദകം കൊണ്ടുവരും. ഓക്കെ, ഒരു കൃത്രിമ ചോദകം കൊണ്ടുവന്നിട്ട് ഈ നായിൽ നിന്നും എന്തുണ്ടാക്കിയെടുക്കുന്നു? ഈ ഉമിനീർ ശ്രവണം ഉണ്ടാക്കിയെടുക്കണം. അത് നാച്ചുറലായിട്ടൊരു സ്റ്റിമുലസ്, നാച്ചുറലായിട്ടൊരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതായത് നാച്ചുറലായിട്ടൊരു ഒരു ചോദകം ഉണ്ടായിരുന്നു, നാച്ചുറലായിട്ടൊരു സ്റ്റിമുലസ് ഉണ്ടായിരുന്നു, അത് നാച്ചുറലായിട്ടൊരു റെസ്പോൺസും ഉണ്ടായിരുന്നു. ഇറച്ചി കഷ്ണം നൽകുന്ന സമയത്ത് അതിൻ്റെ വായിൽ നിന്ന് ഉമിനീർ ശ്രവണം ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ഇറച്ചി കഷ്ണം നൽകി ഉമിനീർ ശ്രവണം ഉണ്ടാക്കുന്നതിന് പകരം ഒരു കൃത്രിമ ചോദകം സൃഷ്ടിക്കാൻ പോവുകയാണ്. ആ കൃത്രിമ ചോദകത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നാച്ചുറലായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നായയെ യാന്ത്രിക സംവിധാനങ്ങൾ ഘടിപ്പിച്ച മേശയുമായി ബന്ധിപ്പിച്ചു.
അതിനുശേഷം എന്ത് ചെയ്തു? ഈ എന്താണ് ചില കണ്ണാടികളുടെ സഹായത്തോടുകൂടെ ഈ പരീക്ഷണത്തെ ഇദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി. ഇനി നായയ്ക്ക് ആദ്യം ഇറച്ചി കഷ്ണം നൽകുന്നു. ഇത് എന്താണ്? നാച്ചുറൽ സ്റ്റിമുലസ് ആണ്. നായയുടെ വായിൽ നിന്നും ഉമിനീർ ശ്രവണം ഉണ്ടാകുന്നു. അത് നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസുമാണ്. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു മനുശബ്ദം കേൾപ്പിച്ചു. മനുശബ്ദം കേൾപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നായയുടെ വായിൽ നിന്ന് ഉമിനീർ ശ്രവണമൊന്നും ഉണ്ടാകുന്നില്ല. ഇനി അടുത്ത് ഞാൻ എന്ത് ചെയ്തു? അടുത്ത മൂന്നാമത്തെ ഘട്ടം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനുശബ്ദം കേൾപ്പിക്കുന്നു, ഉടൻ തന്നെ ഇറച്ചി കഷ്ണം നൽകുന്നു. മനുശബ്ദം കേൾപ്പിക്കുന്നു, ഇറച്ചി കഷ്ണം നൽകുന്നു. മനുശബ്ദം കേൾപ്പിക്കുന്നു, ഇറച്ചി കഷ്ണം നൽകുന്നു. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മനുശബ്ദം കേൾപ്പിക്കുന്ന സമയത്ത് ഇറച്ചി കഷ്ണം നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം മനുശബ്ദം മാത്രം കേൾപ്പിച്ചു. ഇതിൽ നോക്കിയപ്പോഴോ നായ എന്തുണ്ടാക്കി? ഉമിനീർ ശ്രവണം ഉണ്ടാക്കി. കാരണം നായ എന്ത് പ്രതീക്ഷിക്കുന്നു? മനുശബ്ദം കേട്ടല്ലോ, അപ്പോൾ ഇനി ഉടൻ തന്നെ എന്ത് എത്തും? ഫുഡ് എത്തും എന്നൊരു ചിന്ത നായയുടെ മനസ്സിൽ വന്നു. അതായത് നമ്മളിവിടെ എന്താണ് നമ്മുടെ ഇറച്ചി കഷ്ണം കൊടുത്തിരുന്ന സമയത്ത് മാത്രമാണ് നായ ഉമിനീർ ശ്രവണം ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഞാൻ എന്തുണ്ടാക്കി? ഒരു കൃത്രിമ ചോദകം മനുശബ്ദത്തെ സൃഷ്ടിച്ചു. അതിലൂടെ ഞാൻ അതിൽ നിന്നും എന്തുണ്ടാക്കി? പ്രതികരണത്തെ ഉണ്ടാക്കിയെടുത്തു. നായയിൽ നിന്നും പ്രതികരണം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഇത് നടത്തിയ പരീക്ഷണം. അതായത് നാച്ചുറൽ സ്റ്റിമുലസിന് പകരം ഒരു കൃത്രിമ ചോദകം സൃഷ്ടിക്കുകയുണ്ടായി. അതുവഴി എന്തുണ്ടാക്കി? നായയിൽ നിന്നും പ്രതികരണം ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, നമുക്ക് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന ചില നിയമങ്ങളിലേക്ക് കടക്കാം. ഇനി നമ്മളിതിനെ ഒന്ന് ഷോർട്ടാക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്കാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. നമുക്കിനി ഇതിലെ പ്രധാന ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിൽ നോക്കി അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതായത് അദ്ദേഹം പറഞ്ഞിരുന്ന പ്രധാന നിയമങ്ങളാണ്. അതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത് വിലോപം. എന്താണ് വിലോപം എന്ന് പറഞ്ഞാൽ? മനുശബ്ദം, ഉമിനീർ ശ്രവണം ഇവ തമ്മിലുള്ള ബന്ധം ഉറച്ചതിന് ശേഷം മനുശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മനുശബ്ദം മാത്രം അവതരിപ്പിച്ചാൽ ക്രമേണ ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായിത്തീരുന്നു. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? വിലോപം എന്നറിയപ്പെടുന്നു. മനുശബ്ദം കേൾക്കുന്നു, ഇറച്ചി കഷ്ണം നൽകുന്നു, അല്ലേ? മനുശബ്ദം കേട്ടോണം ഇറച്ചി കഷ്ണം നൽകിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം മനുശബ്ദം മാത്രം കേൾപ്പിച്ചപ്പോഴും നായ എന്തുണ്ടാക്കി? ഉമിനീർ ശ്രവണം ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് തന്നെ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് എന്ത് സംഭവിച്ചു? നായ ഉമിനീർ ശ്രവണ പ്രവണത എന്ത് ചെയ്യും? പതുക്കെ അങ്ങ് ഇല്ലാതായി മാറും. അങ്ങനെ ആ പ്രതികരണം ഇല്ലാതായി തീരുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? വിലോപം. ചോദ്യം ശ്രദ്ധിക്കുക. മനുശബ്ദം, ഉമിനീർ ശ്രവണം ഇവ തമ്മിലുള്ള ബന്ധം ഉറച്ചതിന് ശേഷം മനുശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മനുശബ്ദം മാത്രം അവതരിപ്പിച്ചാൽ ക്രമേണ ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായി തീരും. ഇതിനെ അറിയപ്പെടുന്ന പേരാണെന്ത്? വിലോപം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ് നോക്കി. അടുത്ത പുനഃപ്രാപ്തി നോക്കി. വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം. അപ്പോൾ നമ്മൾ മനുശബ്ദം മാത്രം കേൾപ്പിച്ചുകൊണ്ടു. അപ്പോൾ എന്ത് ചെയ്തില്ല? നായ പിന്നെ ഉമിനീർ ശ്രവണമൊന്നും ഇല്ലാതായി. അപ്പോൾ വിലോപം വഴി എന്ത് അപ്രത്യക്ഷമായി? അതിൻ്റെ പ്രതികരണം ഇല്ലാതായി മാറി. എന്നാൽ നമുക്കിതിന് എന്ത് ചെയ്യാൻ സാധിക്കും? തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പാവ്ലോവ് അഭിപ്രായപ്പെടുന്നു. അതിനുള്ള രണ്ട് മാർഗം. ഒന്ന്, വീണ്ടും കണ്ടീഷനിങ്, അനുബന്ധനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മനുശബ്ദം കേൾപ്പിച്ചിട്ട് എന്ത് കൊടുക്കുക? ഫുഡ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അത് നേരത്തെ മറന്നിരുന്ന കാര്യം എന്ത് ചെയ്യും? വീണ്ടും അതിന് തിരിച്ചു കിട്ടും. മനുശബ്ദം കേട്ടാൽ അവിടെ ഫുഡ് വരുമല്ലോ എന്ന ചിന്ത വീണ്ടും തിരിച്ചു വന്ന് പിന്നെ വീണ്ടും മനുശബ്ദം കേൾക്കുന്ന സമയത്ത് അത് എന്താണ്? ഉമിനീർ ശ്രവണം ഉണ്ടാക്കാൻ തുടങ്ങും. ഇനി അതല്ലെങ്കിൽ വിലോപത്തിന് ശേഷം അല്പം സമയം അനുവദിക്കണം. കാര്യം വിലോപം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് മനുശബ്ദം ഇപ്പോൾ മനുശബ്ദം കേട്ടാലും ഫുഡ് കിട്ടില്ല എന്ന് നായ മനസ്സിലാക്കി അതിന് ഉമിനീർ ശ്രവണം ഇല്ലാതെ ആയിരിക്കും. പക്ഷെ കുറേ സമയം കഴിഞ്ഞ് വീണ്ടും മനുശബ്ദം കേട്ടാലോ? അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും? നേരത്തെ കാര്യമൊക്കെ മറന്നു കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ മറന്നുപോയി വീണ്ടും ഉമിനീർ ശ്രവണം ഉണ്ടാകും. അതായത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നുകിൽ വീണ്ടും അനുബന്ധനം നടത്തുക, കണ്ടീഷൻ നടത്തുക. കാര്യം മനുശബ്ദം കേട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഫുഡ് കൊടുക്കുക. അപ്പോൾ വീണ്ടും കണ്ടീഷനിങ് ആയിക്കോളും. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? വിലോപത്തിന് ശേഷം അല്പം സമയം നൽകണം. അപ്പോൾ വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം തിരിച്ചു കൊണ്ടുവരുന്നു. അതാണിത് പുനഃപ്രാപ്തി, സ്പോണ്ടേനിയസ് റിക്കവറി. വീണ്ടും തിരികെ എടുക്കുന്നു. അതാണിത് പുനഃപ്രാപ്തി. ഇനി ഈ പുനഃപ്രാപ്തിക്ക് നമുക്ക് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറിക്ക് രണ്ട് മാർഗം പറഞ്ഞു. ഒന്ന്, ഒന്നുകൂടി അനുബന്ധനം നടത്തുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? വിലോപത്തിന് ശേഷം അല്പം സമയം അനുവദിക്കുക. ഓക്കെ, ഇനി അടുത്ത വിളംബിത അനുബന്ധിത പ്രതികരണം, അതായത് ഡിലേഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. ആ പേരിനകത്ത് നോക്കിയാൽ ഡിലേഡ് അല്പം താമസിച്ചു. അതായത് പാവ്ലോവ് നടത്തിയ പരീക്ഷണത്തിൽ മണിനാദത്തോടൊപ്പം നൽകുന്നതിന് പകരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയ വ്യത്യാസം വർദ്ധിപ്പിക്കും. അപ്പോൾ അതായത് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം എന്ത് ചെയ്തു? മനുശബ്ദം കേൾപ്പിച്ച് ഉടൻ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു. വീണ്ടും മനുശബ്ദം കേൾപ്പിച്ച് ഉടൻ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ എന്ത് ചെയ്തു? മനുശബ്ദം കേൾപ്പിച്ച് ഉടൻ ഫുഡ് കൊടുക്കാതായി. കുറച്ച് സമയം കഴിഞ്ഞ് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം എന്ത് സംഭവിച്ചു? ആദ്യം മനുശബ്ദം കേട്ട് നായ ഉമിനീർ ശ്രവണമൊക്കെ നടന്ന് അങ്ങനെ നിൽക്കുകയായിരിക്കും. പക്ഷെ ഫുഡ് വരുന്നില്ല.
കുറേ സമയം കഴിഞ്ഞാണ് ഫുഡ് വരുന്നത്. പിന്നെ വീണ്ടും മണിശബ്ദം കേട്ട് എന്നാണ് വീണ്ടും ഫുഡ് വരാതിരുന്നപ്പോൾ പതുക്കെ ഒന്നിന് ശ്രവണ പ്രവണത കുറഞ്ഞ് വരികയായിരുന്നു. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, അത് വീണ്ടും അങ്ങ് തിരിച്ചു കിട്ടും. എങ്ങനെയാണ്, മണിശബ്ദം കേട്ട് കുറച്ച് സമയം കഴിഞ്ഞാലും ഫുഡ് കിട്ടും എന്ന് നായക്ക് ബോധ്യമായി. അപ്പോൾ എന്ത് ചെയ്തു, മണിശബ്ദം കേൾക്കുമ്പോൾ തന്നെ നായ ഉമ്മിനി ശ്രവണമൊക്കെ നടത്തി റെഡിയായി നിൽക്കും. കാരണം ഇപ്പോൾ ഫുഡ് വരും എന്നറിയാം, കുറച്ച് താമസിച്ചാലും എന്ത് വരും, ഫുഡ് വരുമെന്ന് അത് മനസ്സിലാക്കിയെടുക്കും. അതാണിത് വിളംബിത അനുബന്ധിത പ്രതികരണം. പാവ്ലോവ് നടത്തിയ പരീക്ഷണത്തിൽ മണിനാദത്തോടൊപ്പം നൽകുന്നതിന് പകരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയ വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. എന്നിരുന്നാൽ പോലും നായ ആ സമയ വ്യത്യാസം മനസ്സിലാക്കിയെടുക്കുന്നു. ഓക്കെ, ഇതാണിത് വിളംബിത അനുബന്ധിത പ്രതികരണം. ഓക്കെ, അടുത്ത നോക്കി. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ കാര്യം പറഞ്ഞു. അപ്പോൾ നായയുടെ ഉപനിഷ ശ്രവണം കുറയുന്നതായി പാവ്ലോവ് കണ്ടെത്തി. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായിൽ ഉപനിഷ ശ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി കണ്ടു. ചോദ്യങ്ങൾക്കിടയിലുള്ള സമയ വ്യത്യാസവുമായി നായ പൊരുത്തപ്പെട്ടതാണ് ഇതിന് കാരണം. നമ്മൾ പറഞ്ഞ കാര്യമാണ് എഴുതിയിരിക്കുന്ന, നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നോക്കി. ചോദ്യക സാമാന്യവൽക്കരണം. അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദ്യകവുമായി സാമ്യമുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണത. അതാണിത് ചോദ്യക സാമാന്യവൽക്കരണം. നോക്കി, അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദ്യകവുമായി സാമ്യമുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണത. അതായത് മണിശബ്ദം കേൾപ്പിക്കുകയും അപ്പോൾ എന്തുണ്ടാകുന്നു, ഉമിനീർ ശ്രവണം ഉണ്ടാകുന്നു. ആ മണിശബ്ദത്തെ പോലത്തെ തന്നെ ശബ്ദം, ആ മണിശബ്ദത്തെ പോലെ ഇരിക്കുന്ന തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കിയത്. എന്നാലും നായ എന്ത് ചെയ്യും, ഉമിനീർ ശ്രവണം ഉണ്ടാക്കും. അതായത് അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദ്യകവുമായി സാമ്യമുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണത. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് പോയി. നമ്മുടെ ചോദ്യം എന്തായിരുന്നു നോക്കി. നമ്മുടെ ചോദ്യം നോക്കി. ഇംഗ്ലീഷ് അധ്യാപകനെ പേടിച്ചാണ് സുരേഷ് 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചത്. 6ാം ക്ലാസ്സിലെത്തിയ സുരേഷിന് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അതേപോലുള്ള അധ്യാപകൻ നോക്കി അതേപോലുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കാം, ഒന്നാലോചിച്ച് നോക്കി. ചോദക സാമാന്യവൽക്കരണം. മണിശബ്ദത്തെ പോലത്തെ തന്നെ ശബ്ദം കേട്ടു, അല്ലേ, അതേപോലത്തെ തന്നെ ശബ്ദം കേട്ടു. ഓക്കെ, അപ്പോഴെന്ത് ചെയ്തു, നായ അതേ പ്രതികരണം തന്നെ ഉണ്ടാക്കി. അതുപോലെ നമ്മൾ ഇവിടെയും പറഞ്ഞു നോക്കി. ഇംഗ്ലീഷ് അധ്യാപകനെ പോലെ തന്നെ അധ്യാപകൻ വീണ്ടും വന്നു, അല്ലേ. 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച് സുരേഷ് എന്ന 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകനെ പോലത്തെ തന്നെ അധ്യാപകൻ വന്നപ്പോൾ എന്ത് ചെയ്തു, 6ാം ക്ലാസ്സിൽ സുരേഷിനെ പഠിപ്പിക്കാൻ വന്ന സമയത്ത് അധ്യാപകൻ പഠിപ്പിക്കാൻ എത്തിയപ്പോൾ അതേപോലെ തന്നെ ഭയം ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ കിട്ടി. എന്നാണ് ചോദക സാമാന്യവൽക്കരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ, ചോദക വിവേചനം. നമുക്ക് ഇതിനും കൃത്യമായ ചോദ്യമുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: വെളുത്ത നായയുടെ കടിയേറ്റ കുട്ടി കറുത്ത നായയെ കണ്ടാൽ ഭയക്കുന്നില്ല. ഓക്കെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പാവ്ലോവിൻ്റെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടെന്ന് ചോദ്യമുണ്ട്. ചോദ്യം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ പോയിന്റ് നോക്കാം. ഓക്കെ, ചോദക വിവേചനം നോക്കുക. ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള 2 മണിനാദങ്ങളിൽ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിച്ചു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയയെ ചോദക വിവേചനം എന്ന് വിളിക്കുന്നു. അപ്പോൾ പോയിന്റ് നോട്ട് ചെയ്യുക. ചോദക വിവേചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു മണിശബ്ദം കേൾപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു മണിശബ്ദം കേൾപ്പിച്ചു, അടുത്ത മറ്റൊരു മണിശബ്ദം കേൾപ്പിച്ചു, 2 മണിശബ്ദം കേൾപ്പിക്കുന്നു. അപ്പം നായ എന്ത് ചെയ്യുന്നു പറയുമോ, ഇതിൽ ഏത് മണിശബ്ദത്തിനാണോ ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നത് ആ മണിശബ്ദം കേൾക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഉമിനീർ ശ്രവണം ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കിടയിലുണ്ടായ ശബ്ദത്തിലെ ആ ഏറ്റക്കുറച്ചിലുകൾ നായ കൃത്യമായി മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയയെ ചോദക വിവേചനം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പറഞ്ഞ ചോദ്യം എന്തായിരുന്നു? വെളുത്ത നായയുടെ കടിയേറ്റ കുട്ടി, അല്ലേ, വെളുത്ത നായോ കറുത്ത നായോ എന്തോ ആയിക്കോട്ടെ, വെളുത്ത നായയുടെ കടിയേറ്റ കുട്ടി കറുത്ത നായയെ കണ്ടാൽ ഭയക്കുന്നില്ല. കാരണം 2 നായയാണ്, 2 ശബ്ദമായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഏതിൽ നിന്നാണ് കടി കിട്ടിയത് എന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള കഴിവ്. അതാണെന്ത്? ചോദക വിവേചനം. ഓക്കെ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ചോദക വിവേചനം എന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ
ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ്. നോക്കി, ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആരും ചോദിച്ചാൽ ഓർമ്മിക്കുക, ആരാണ്? സ്പിയർമാൻ. ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആരാണ്? സ്പിയർമാൻ. ഓർമ്മിച്ച് ഒരു സ്പിയർ പോലത്തെ സാധനം, ഒരു തണ്ണിമത്തൻ ആലോചിച്ചാൽ മതി. നമ്മളതിന് രണ്ടായിട്ട് മുറിച്ചു. അപ്പോൾ ദ്വിഘടകം രണ്ടായി മുറിച്ചു. ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക. ബുദ്ധിയുടെ ദ്വിഘടകം രണ്ടായി മുറിക്കുന്നു. ഓക്കെ, സ്പിയറിനെ രണ്ടായി മുറിക്കുന്നു. അങ്ങനെ ഓർമ്മിച്ച് വയ്ക്കുക. ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആരും ചോദിച്ചാൽ പഠിക്കുക, സ്പിയർമാൻ. ഓക്കെ, അപ്പോൾ പോയിന്റ് ക്ലിയർ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ് ദ്വിഘടക സിദ്ധാന്തം? ദ്വിഘടക സിദ്ധാന്തം എന്താണ്? ദ്വിഘടക സിദ്ധാന്തം അതായത് സ്പിയർമാൻ പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ വ്യക്തികളിലും ബുദ്ധിശക്തിയിൽ എന്താണ്? രണ്ട് ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. ഒന്ന് ബുദ്ധിശക്തിയുടെ സാമാന്യ ഘടകവും മറ്റൊന്ന് ബുദ്ധിശക്തിയുടെ വിശിഷ്ട ഘടകവും. ഏതൊക്കെയാണ്? അതിൽ ഒന്ന് ഓർമ്മിക്കേണ്ടത് ബുദ്ധിശക്തിയുടെ എന്താണ്? സാമാന്യ ഘടകം അഥവാ ജനറൽ ഫാക്ടർ. മറ്റൊന്ന് ബുദ്ധിശക്തിയുടെ വിശിഷ്ട ഘടകം. ഏതാണ് വിശിഷ്ട ഘടകം അഥവാ സ്പെസിഫിക് ഫാക്ടർ? ജനറൽ ഫാക്ടറിനെ അദ്ദേഹം ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ വിശിഷ്ട ഘടകത്തെ ഒന്നുകൂടെ ഇവിടെ എഴുതാം. നോക്കുക, ഒന്ന് പറഞ്ഞു, ഒന്ന് ബുദ്ധിശക്തിയുടെ എന്താണ്? സാമാന്യ ഘടകം. ഏതാണ്? സാമാന്യ ഘടകമെന്നും. അടുത്ത രണ്ട് ഓർമ്മിക്കേണ്ടത് ബുദ്ധിശക്തിയുടെ ഏതാണ്? വിശിഷ്ട ഘടകമെന്നും. വിശിഷ്ട ഘടകമെന്നും രണ്ടായിട്ടാണ് അദ്ദേഹം അതായത് പറഞ്ഞത് എങ്ങനെയാണ്? ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നു ഇങ്ങനെ: ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. ഒന്ന് ബുദ്ധിശക്തിയുടെ സാമാന്യ ഘടകം, രണ്ട് ബുദ്ധിശക്തിയുടെ വിശിഷ്ട ഘടകം. സാമാന്യ ഘടകം അഥവാ ജനറൽ ഫാക്ടറിനെ അദ്ദേഹം ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. വിശിഷ്ട ഘടകം അഥവാ സ്പെസിഫിക് ഫാക്ടറിനെ എസ് എന്ന അക്ഷരം കൊണ്ടും അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് നമുക്ക് സിമ്പിളായിട്ട് കാര്യം ഇങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്. അതായത് നമുക്കറിയാം പാട്ട് പാടാനുള്ള കഴിവ് ആർക്കുണ്ട്? നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലേ? എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും എന്നുണ്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ട്. അതായത് സാമാന്യ ഘടകം. ഓക്കെ, ബുദ്ധിശക്തിയുടെ സാമാന്യ ഘടകം ജനറൽ ഫാക്ടർ, പാട്ട് പാടുക എന്നുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൽ ആർക്കാണോ സ്പെസിഫിക് ഫാക്ടർ വിശിഷ്ട ഘടകമുള്ളത് അയാൾ എന്ത് ചെയ്യുന്നു? നന്നായി പാട്ട് പാടും. ശരിയല്ലേ? നന്നായി നല്ല രാഗത്തിലും താളത്തിലും എല്ലാം പാടുന്നത് വിശിഷ്ട ഘടകമുള്ള ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശുദാസ്. ഓക്കെ, അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, നമുക്കും പാട്ട് പാടാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനും എന്തുണ്ട്? സാമാന്യ ഘടകമുണ്ട്, ജനറൽ ഫാക്ടർ ഉണ്ട്. നമുക്കും എന്തുണ്ട്? സാമാന്യ ഘടകമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് എന്തുകൂടിയുണ്ട്? അദ്ദേഹത്തിന് നന്നായി പാട്ട് പാടാനുള്ള കഴിവുണ്ട്, വിശിഷ്ട ഘടകം ഉണ്ട്, സ്പെസിഫിക് ഫാക്ടർ ഉണ്ട്. നമുക്ക് എന്തില്ല? ആ എസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? നന്നായി പാട്ട് പാടാൻ കഴിവില്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബുദ്ധിശക്തിയുടെ എന്താണ്? ദ്വിഘടക സിദ്ധാന്തം പറയുന്നത്. ഇനി അവിടെ തന്നെ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതായത് നമ്മൾ പറഞ്ഞു ബുദ്ധിശക്തിയുടെ സാമാന്യ ഘടകം എല്ലാ പേരിലും ഉണ്ട്. അതുപോലെ തന്നെ വിശിഷ്ട ഘടകവും എല്ലാ പേർക്കും ഉണ്ട്. അതായത് നമുക്കെല്ലാവർക്കും എന്തുണ്ട്? ഒരു പ്രത്യേക കഴിവുണ്ട്. മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു പ്രത്യേക കഴിവാർക്കുണ്ട്, നമുക്കുമുണ്ട്. ശരിയല്ലേ? ഒരാൾ ഓടുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓടാനുള്ള കഴിവുണ്ട്. അതെന്താണ്? നമുക്കുള്ള സാമാന്യ ഘടകം. എന്നാൽ നമുക്ക് ആർക്കെങ്കിലും എന്ത് കാണും? നന്നായി ഓടാനുള്ള കഴിവുണ്ട്. അതാണ് നമ്മുടെ വിശിഷ്ട ഘടകം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം. ഇനി അപ്പോൾ ഈ ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് പഠിച്ചു വയ്ക്കുക, സ്പിയർമാൻ ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ബുദ്ധിശക്തിയുടെ ഏകഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് പഠിച്ചു വയ്ക്കുക, ഡോക്ടർ ജോൺസൺ ആണ്. ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് തോണ്ടേക്ക് ആണ്. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് തഴ്സ്റ്റൺ ആണ്. അതുപോലെ തന്നെ ത്രിമുഖ സിദ്ധാന്തത്തിൻ്റെ വക്താവ് ജി.പി. ഗിൽഫോർഡ് ആണ്. പഠിച്ചു വയ്ക്കുക. ഏകഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആരും ചോദിച്ചാൽ പഠിക്കണം. ആരാണ്? അത് ഡോക്ടർ ജോൺസൺ ആണ്. ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് തോണ്ടേക്കാണ്. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് തഴ്സ്റ്റൺ ആണ്. ത്രിമുഖ സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആരാണ്? ജി.പി. ഗിൽഫോർഡ് ആണ്. ഓക്കെ, ഏകഘടകം ഡോക്ടർ ജോൺസൺ, ബഹുഘടകം തോണ്ടേക്ക്, സംഘഘടകം തഴ്സ്റ്റൺ, ത്രിമുഖ സിദ്ധാന്തം ജി.പി. ഗിൽഫോർഡ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. പിയാഷെയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തത്. ഓപ്ഷൻ എ പറയുന്നു സംസ്ഥാപനം, ഓപ്ഷൻ ബി സ്വാംശീകരണം, ഓപ്ഷൻ സി കൈത്താങ് നൽകൽ, ഓപ്ഷൻ ഡി സ്കീം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നാലെണ്ണത്തിൽ പിയാഷെയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് ഈ ടോപ്പിക്കിനകത്തേക്ക് ഒന്ന് കടക്കാം. നോക്കി, പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം നോക്കി, ജീവിത അനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അറിവിൻ്റെ മണ്ഡലവും വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ശരിയാണ്, നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് 100,000 സംശയങ്ങളുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ടല്ലേ, അമ്മ ഈ അംബിളി മാമൻ എന്താ? നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മളെ കൂടെ തന്നെ കാണും.
അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം നമ്മൾ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ അമ്മയോട് ചോദിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ എന്താണ് നമുക്ക് അറിവില്ലാത്ത ഇത്തരത്തിലുള്ള പല 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 ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ അമ്മയോട് ചോദിച്ചിരുന്നു. ശരിയാണ്. അപ്പോൾ അതിനുള്ള ചോദ്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ജീവിത അനുഭവങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ജീവിത അനുഭവങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളും കടന്നു പോകുന്തോറും നമ്മുടെ ജീവിത അനുഭവങ്ങൾ ഒരുപാട് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ജീവിത അനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? അറിവിൻ്റെ മണ്ഡലവും വികസിച്ചു കൊണ്ടേയിരിക്കും. വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് തന്നെ ചിന്ത, യുക്തിചിന്ത, ഭാഷ എന്നിവയിലുള്ള കഴിവുകളുടെ വികാസമാണ്. അപ്പോൾ വൈജ്ഞാനിക വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിജ്ഞാനം വികസിക്കുന്നു. നമ്മുടെ ജീവിത അനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വിജ്ഞാനങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചിന്തകൾ വികസിക്കുന്നുണ്ട്, യുക്തിചിന്ത വികസിക്കുന്നുണ്ട്, ഭാഷ വികസിക്കുന്നുണ്ട്, മറ്റെല്ലാ മേഖലയിലുമുള്ള കഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വികസനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈജ്ഞാനിക വികാസം എന്നറിയപ്പെടുന്നു. ഇനി നോക്കി, ശൈശവത്തിൽ നിന്ന് നമ്മൾ പക്വതയിലേക്കുള്ള വളർച്ചയിൽ ചുറ്റുപാടുമായുള്ള ഇടപെടലുകളിലൂടെ മനുഷ്യൻ്റെ ചിന്താ പ്രക്രിയയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ശരിയാണ്. നമ്മൾ ശൈശവത്തിൽ നിന്നും പക്വത മെച്യൂർ ആകുന്നതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുമായി നമ്മൾ ഒരുപാട് ഇടപെടുകാറുണ്ട്. അതനുസരിച്ച് നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ചിന്താ പ്രക്രിയയിൽ എല്ലാം വളരെയധികം ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈജ്ഞാനിക മേഖല വികസിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കി, ഈ ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് പ്രധാനമായും 4 ഘടകങ്ങളാണ് വേണ്ടത്. ചിന്താ പ്രക്രിയയുടെ വികാസം പ്രധാനമായും 4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, ശാരീരികമായ പക്വതയാർജിക്കൽ. എന്താണ്? ശാരീരികമായ പക്വതയാർജിക്കൽ. 2, പ്രവർത്തനങ്ങൾ. 3, സാമൂഹിക അനുഭവങ്ങൾ. 4, സന്തുലീകരണം. അപ്പോൾ ചിന്താ പ്രക്രിയയുടെ വികാസം പ്രധാനമായും 4 ഘടകങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത്. ഒന്ന്, ശാരീരികമായ പക്വതയാർജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ശാരീരികമായി വികസിക്കുന്നതിനനുസരിച്ച് നമ്മളതനുസരിച്ച് മെച്യൂറായിക്കൊണ്ടേയിരിക്കും. 2, നമ്മൾ പല പല പ്രവർത്തനങ്ങളും ജീവിതത്തിലെ പല പല പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ചിന്താ പ്രക്രിയ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇനി അതുപോലെ 3 ഓർമ്മിക്കേണ്ടത് സാമൂഹിക അനുഭവങ്ങൾ. നമ്മുടെ വികസനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ നേരിടുന്ന പല പല അനുഭവങ്ങൾ, ഇതിലൂടെ എല്ലാം നമ്മൾ എന്ത് സംഭവിക്കുന്നു? ചിന്താ പ്രക്രിയയുടെ വികാസം സംഭവിക്കുന്നു. അടുത്ത 4ാമത്തെ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ടത് സന്തുലീകരണം. ഏതാണ്? സന്തുലീകരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി, മനുഷ്യന് അവൻ്റെ ജനിതക ഘടന അനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ 4 ഘടകങ്ങൾ നമ്മൾ പറയുന്നു. നോക്കി, ഒന്ന് ശാരീരികമായ പക്വതയാർജിക്കൽ. നോക്കുക, പോയിന്റ് ഇങ്ങനെ, മനുഷ്യന് അവൻ്റെ ജനിതക ഘടന അനുസരിച്ച് സ്വാഭാവികമായി പ്രായത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത്തരം മാറ്റങ്ങളാണ് ഇത് പരിപക്വനം, അതായത് ശാരീരികമായ പക്വതയാർജിക്കൽ. ശ്രദ്ധിക്കുക, ശാരീരികമായ പക്വതയാർജിക്കൽ ഫസ്റ്റ് പോയിന്റായി. അടുത്ത് നോക്കി, ശാരീരികമായ പക്വത വർദ്ധിക്കുന്നതിനനുസരിച്ച് ചുറ്റുപാടുമായി അവൻ കൂടുതൽ ഫലപ്രദമായി ഇടപഴകുന്നു, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. 2 നമ്മൾ പറഞ്ഞു, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. ഓക്കെ, അപ്പോൾ ശാരീരികമായ പക്വതയാർജിക്കൽ, 2 പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഓക്കെ, ഇനി നോക്കി, അടുത്തത് വളരും തോറും വ്യക്തിയുടെ സാമൂഹിക അനുഭവങ്ങൾ വർദ്ധിക്കുന്നു. അടുത്ത 3ാമത്തെ നമ്മൾ പറഞ്ഞു സാമൂഹിക അനുഭവങ്ങൾ. എന്നാൽ 4ാമത്തെ പോയിന്റാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് സന്തുലീകരണം. 4 ചിന്താ പ്രക്രിയയുടെ ഗണ്യമായ വികാസത്തിന് വേണ്ട മറ്റൊന്നാണ് ഇത് സന്തുലീകരണം. എല്ലാ വ്യക്തികൾക്കും 2 മാറ്റമില്ലാത്ത അടിസ്ഥാന ധർമ്മങ്ങളുണ്ട്. അവയെ സംഘാടനമെന്നും അനുരൂപീകരണമെന്നും പറയുന്നു. ഈ സംഘാടനം, അനുരൂപീകരണം എന്നിവയിലൂടെയാണ് എന്ത് സാധ്യമാകുന്നത്? സന്തുലീകരണം സാധ്യമാകുന്നത്. ഇതിലൂടെയാണ് സംഘാടനം, അനുരൂപീകരണം, സംഘാടനം, ഓർഗനൈസേഷൻ, അനുരൂപീകരണം, അഡാപ്റ്റേഷൻ എന്നിവയിലൂടെയാണ് എന്ത് സാധ്യമാകുന്നത്? സന്തുലീകരണം സാധ്യമാകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് പ്രധാനമായും 4 ഘടകങ്ങൾ ആവശ്യമാണ്. ശാരീരികമായ പക്വതയാർജിക്കൽ പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. കാരണം വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി വളരുന്നതിനനുസരിച്ച് പക്വതയാർജിക്കുന്നു. 2 പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അതുപോലെ സാമൂഹിക അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഓർമ്മിക്കുക. എന്നാൽ സന്തുലീകരണം 4ാമത്തെ ഘടകത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റാണ് സന്തുലീകരണം സാധ്യമാകുന്നത് സംഘാടനത്തിലൂടെയും അനുരൂപീകരണത്തിലൂടെയുമാണ്. എല്ലാ വ്യക്തികൾക്കും 2 മാറ്റമില്ലാത്ത അടിസ്ഥാന ധർമ്മങ്ങളുണ്ട്. അവയെ സംഘാടനമെന്നും അനുരൂപീകരണമെന്നും വിശേഷിപ്പിക്കുന്നു. സംഘാടനം, അനുരൂപീകരണം എന്നിവയിലൂടെയാണ് എന്ത് സാധ്യമാകുന്നത്? സന്തുലീകരണം സാധ്യമാകുന്നത്. നമുക്കിനി എന്താണ് സംഘാടനമെന്നും അനുരൂപീകരണമെന്നും നോക്കാം. എല്ലാ വ്യക്തികൾക്കും 2 മാറ്റമില്ലാത്ത അടിസ്ഥാന ധർമ്മങ്ങളുണ്ട്. അവയെ സംഘാടനമെന്നും അനുരൂപീകരണമെന്നും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ സന്തുലീകരണം സാധ്യമാകുന്നത് സംഘാടനത്തിലൂടെയും അനുരൂപീകരണത്തിലൂടെയുമാണ്. ഇനി നമ്മൾ നോക്കാം അതിലെന്താണ് സംഘാടനം. ഓക്കെ, എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലഭിക്കുന്ന കാര്യങ്ങളെ ചിട്ടയായി സൂക്ഷിക്കുവാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്ത് വിളിക്കാം? സംഘാടനം എന്നറിയപ്പെടും.
അതായത് എല്ലാ വ്യക്തികൾക്കും എന്താണ് ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ലഭിക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു, ചിട്ടയായി അവരെല്ലാവരും സൂക്ഷിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചിട്ടയായി സൂക്ഷിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണെന്ത്, സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. ഇനി നോക്കി, അപ്പോൾ നമ്മൾ നോക്കി ആദ്യകാലങ്ങളിൽ വളരെ ലളിതമായി നമ്മുടെ വൈജ്ഞാനിക ഘടനയോട് പുതിയ പുതിയ കാര്യങ്ങൾ നിരന്തരമായി കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, സ്കീമ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന ഓരോ കുഞ്ഞു 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 അറിവുകളെയും എന്ത് ചെയ്യും, നമ്മളിതിനെ അടുക്കി സൂക്ഷിക്കുമെന്ന് പറഞ്ഞു, അതാണ് സംഘാടനം. ആ ലഭിക്കുന്ന കുഞ്ഞു അറിവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കീമ. അപ്പോൾ നമ്മൾ അടുക്കി വയ്ക്കുന്ന എന്തിനാണ്, സ്കീമകളാണ്. അപ്പോൾ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, സ്കീമ. അപ്പോൾ നമ്മൾ സ്കീമുകളാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അടുക്കി സൂക്ഷിക്കുന്നത്, അതാണിത് സംഘാടനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഓർമ്മിക്കണം. നോക്കി, അടുത്ത അനുരൂപീകരണം. അപ്പം നമുക്കറിയാം സംഘാടനത്തിലൂടെയും അനുരൂപീകരണത്തിലൂടെയുമാണ് എന്ത് സാധ്യമാകുന്നത്, സന്തുലീകരണം നടക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ സംഘാടനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ലഭിക്കുന്ന അറിവുകളെ നമ്മൾ ചിട്ടയായി അടുക്കി സൂക്ഷിക്കുന്നു. ആ ലഭിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു അറിവുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കീമകൾ. അപ്പോൾ സ്കീമകളെ നമ്മൾ അടുക്കി സൂക്ഷിക്കുന്നു. അടുത്ത അനുരൂപീകരണം. അപ്പോൾ ഈ സംഘാടനത്തിലൂടെയും അനുരൂപീകരണത്തിലൂടെയുമാണ് നമുക്ക് എന്ത് സാധ്യമാകുന്നത്, സന്തുലീകരണം നടക്കുന്നത്. അപ്പോൾ നോക്കുക, അനുരൂപീകരണം. എല്ലാ വ്യക്തികളും തങ്ങളുടെ ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേരുവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇണങ്ങിച്ചേരൽ സാധ്യമാണ്, അല്ലെങ്കിൽ ഇതാണ് എന്ത്, അനുരൂപീകരണം. അപ്പോൾ ഈ അനുരൂപീകരണം സാധ്യമാകുന്നത് സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയുമാണ്. പോയിന്റ് ശ്രദ്ധിക്കുക, അസിമിലേഷൻ. സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയുമാണ് എന്ത് സാധ്യമാകുന്നത്, ഈ ഇണങ്ങിച്ചേരൽ അല്ലെങ്കിൽ അനുരൂപീകരണം സാധ്യമാകുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികളും തങ്ങളുടെ ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേരുവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. സ്വാംശീകരണം, സംസ്ഥാപനം എന്നിവ വഴിയാണ് അനുരൂപീകരണം നടക്കുന്നത്. നോക്കാം, സ്വാംശീകരണം. പുതിയ ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗപ്പെടുത്താനാണ് വ്യക്തി ശ്രമിക്കുക. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതാണെന്ത്, സ്വാംശീകരണം. ഓക്കെ, അപ്പോൾ ഉദാഹരണം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും എന്താണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ആദ്യമായി കീരിയെ കാണുന്നൊരു കുട്ടി അതിനെ എന്തെന്ന് വിളിക്കുന്നു, പൂച്ച എന്ന് വിളിക്കുന്നു. കാരണം പൂച്ച എന്ന ജീവിയെ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ വൈജ്ഞാനിക മേഖലയിൽ എന്തുണ്ട്, പൂച്ച ഉണ്ട്. ആ പൂച്ച എന്ന ജീവിയെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി പുതിയൊരു സാഹചര്യത്തെ നേടുന്നത്. നോക്കുക, ആദ്യമായി കീരിയെ കാണുന്ന കുട്ടി അതിനെ പൂച്ച എന്ന് വിളിക്കുന്നു. പൂച്ച എന്ന ജീവിയെ നേരത്തെ പരിചയപ്പെട്ടതിൻ്റെ സാഹചര്യത്തിലാണ് കീരിയെ പൂച്ച എന്ന് വിളിച്ചത്. എന്നാൽ പിന്നീട് ആ ജീവി പൂച്ച അല്ലെന്ന് അറിയുന്നതിലൂടെ നിലവിലുള്ള സ്കീമ തിരുത്തേണ്ടി വരുന്നു. അപ്പം നമ്മുടെ പോയിന്റ് നോക്കി, പുതിയൊരു സാഹചര്യത്തെ നേരിടുകയാണ് കുട്ടി അല്ലേ, അതായത് കീരിയെ പരിചയപ്പെടുകയാണ്. പക്ഷേ കീരിയെ പരിചയപ്പെടുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യുന്നു, നിലവിലുള്ള സ്കീമ ഉപയോഗപ്പെടുത്താനാണ് വ്യക്തി ശ്രമിക്കുക. അതായത് ആ കീരി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ കീരിയാണിതെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ കുട്ടിക്ക് എന്തറിയാം, പൂച്ചയെ പരിചിതമാണ്. അപ്പോൾ പൂച്ച എന്ന് ആ കീരിയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പുതിയ സാഹചര്യത്തെ നേരിടുമ്പോൾ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗപ്പെടുത്താനാണ് കുട്ടി ശ്രമിച്ചത്. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് സ്വാംശീകരണം. ഓക്കെ, പൂച്ചയെ പരിചിതമാണ്, അതുപയോഗിച്ച് കീരിയെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. ഇതാണെന്ത്, സ്വാംശീകരണം എന്ന് പറയുന്നത്. ഓർമ്മിക്കുക. ഓക്കെ, അടുത്തത് സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്കീമുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റം വരുത്തേണ്ടി വരും. അപ്പം നിലവിലുള്ള സ്കീമുകളിൽ മാറ്റം വരുത്തിയോ പുതിയ സ്കീമുകൾ സൃഷ്ടിച്ചോ സന്ദർഭത്തെ നേരിടുന്നതാണ് സംസ്ഥാപനം. അതായത് കീരിയല്ല അത് പൂച്ചയല്ല പൂച്ചയാണെന്ന് തിരിച്ചറിയുമ്പോൾ നിലവിലുണ്ടായിരുന്ന സ്കീമിയെ മാറ്റം വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ എന്നെ തിരുത്തി എന്ത് ചെയ്തു, പുതിയ സാഹചര്യത്തെ നേരിടുന്നു. അപ്പോൾ അതെന്തല്ല പൂച്ചയല്ല, അതാണെന്ത്, കീരി എന്ന് കുട്ടി തിരിച്ചറിയുന്നു. അപ്പം നിലവിലുള്ള സ്കീമുകളിൽ മാറ്റം വരുത്തിയോ പുതിയ സ്കീമുകൾ സൃഷ്ടിച്ചോ സന്ദർഭത്തെ നേരിടുന്നതാണ് ഇത് സംസ്ഥാപനം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയുമാണ് എന്ത് സാധ്യമാകുന്നത്, അനുരൂപീകരണം സാധ്യമാകുന്നത്. പോയിന്റ് ഓർമ്മിക്കുക. ഓക്കെ, പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെ സ്വാംശീകരണമെന്നും, എന്നാൽ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമുകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെ സംസ്ഥാപനമെന്നും അറിയപ്പെടുന്നു. ഓർമ്മിക്കുക. അപ്പോൾ സംഘാടനം നമ്മൾ ഓർമ്മിക്കേണ്ട പോയിന്റ് എന്തൊക്കെയാണ്, പ്രധാന പോയിന്റ് നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഒന്ന് സംഘാടനം ഓർമ്മിക്കണം. സംഘാടനം എന്തായിരുന്നു, നമ്മൾ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് കിട്ടുന്ന അറിവുകളെല്ലാം എന്ത് ചെയ്യുന്നു, ചിട്ടയായി അടുക്കി വയ്ക്കുന്നു. അതാണെന്ത്, സംഘാടനം.
ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ആ വൈജ്ഞാനിക ഘടനയിലേക്ക് നമ്മൾ അടുക്കി വയ്ക്കുന്ന ആ കുഞ്ഞു കുഞ്ഞു അറിവുകളെ വിളിക്കുന്ന പേരാണ് സ്കീമകൾ. അപ്പോൾ അടുക്കി വയ്ക്കുന്ന എന്താണ് സ്കീമകളെ. ഇനി അവിടെ നമ്മൾ രണ്ടാമത് പറഞ്ഞു എന്താണ് ഈ നമ്മൾ നോക്കി പോയിന്റുകൾ ഓരോന്നാണ് നമുക്കൊന്ന് ജസ്റ്റ് അതിലെ പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്യാം. നോക്കി ഇവിടെ പറഞ്ഞ പോയിന്റ് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ സന്തുലീകരണം സാധ്യമാകുന്ന ഇതിലൂടെ സംഘാടനത്തിലൂടെയും അനുരൂപീകരണത്തിലൂടെയാണ്. പോയിന്റ് അവിടെ ശ്രദ്ധിക്കുക. സംഘാടനം പറഞ്ഞു എന്താണ് നമുക്ക് കിട്ടുന്ന അറിവുകളെ നമ്മൾ ചിട്ടയായി അടുക്കി വെക്കുന്നു. ഓക്കെ, ഇനി അവിടെ ശ്രദ്ധിക്കുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമ്മൾ വിളിക്കുന്നവരാണ് സ്കീമുകൾ. ഓക്കെ, അടുത്ത രണ്ടാമത് നമ്മൾ പറയേണ്ടത് ഏതാണ്? അനുരൂപീകരണം. അനുരൂപീകരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് എല്ലാ വ്യക്തികൾക്കും നമ്മൾ ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേരാനുള്ള താല്പര്യം കാണും. അപ്പോൾ ആ ഇണങ്ങിച്ചേൽ അല്ലെങ്കിൽ ആ അനുരൂപീകരണം നടക്കുന്നത് സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വാംശീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയൊരു സാഹചര്യത്തെ നേരിടുന്ന സമയത്ത് നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇനി സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്നാൽ അതിന് നമുക്ക് മാറ്റം വരുത്തേണ്ട സാഹചര്യം വരും. അപ്പോൾ അതിന് മാറ്റം വരുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ പുതിയൊരു സ്കീമയെ സൃഷ്ടിച്ച് ആ സന്ദർഭത്തെ നേരിടുന്നതാണ് ഇത് സംസ്ഥാപനം. ഓക്കെ, അപ്പോൾ സ്വാംശീകരണത്തിലൂടെയും സംസ്ഥാപനത്തിലൂടെയുമാണ് എന്ത് സാധ്യമാണ്? അനുരൂപീകരണം സാധ്യമാണ്. ഓക്കെ, പോയിന്റുകളെല്ലാം ശ്രദ്ധിക്കാം. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെ സ്വാംശീകരണമെന്നും, എന്നാൽ പുതിയൊരു സ്കീമ കൂട്ടിച്ചേർത്തോ അല്ലെങ്കിൽ നിലവിലുള്ള സ്കീമയെ പരിവർത്തനം നടത്തിയോ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് സംസ്ഥാപനമെന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ചോദ്യം നോക്കിയില്ല. ഓക്കെ, ചോദ്യം നോക്കി. പിയാഷയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് സിമ്പിളായിട്ട് അറിയാം. എന്താണ്? സംസ്ഥാപനം നമ്മൾ പഠിച്ചതാണ്, സ്വാംശീകരണം നമ്മൾ പഠിച്ചതാണ്, അതുപോലെ സ്കീമ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആൻസർ എന്താണ്? കൈത്താങ് നൽകൽ. ഇതാണ് കൈത്താങ് നൽകൽ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിൽ കിടക്കാം. അടുത്ത ചോദ്യം, ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത് നോക്കുക. വായനാ വൈകല്യം, ലേഖന വൈകല്യം, ഗണിതപര വൈകല്യം, ചലനപര വൈകല്യം. നോക്കി, ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത് ഓർമ്മിക്കേണ്ടത് ഡിസ്ലെക്സിയ. ഓക്കെ, ശരി, നമുക്ക് എല്ലാം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിലാദ്യത്തത് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ നോക്കി, ഇവിടുത്തെ നമുക്ക് ആൻസർ ഉണ്ട്. ഏതാണ്? വായനാ വൈകല്യം. അതുപോലെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ഡിസ്ഗ്രാഫിയ, എഴുത്തിലെ വൈകല്യം. അതുപോലെ ഡിസ്കാൽക്കുലിയ, അത് പേനാത്തിനുണ്ട് അല്ലേ, കണക്കിലെ വൈകല്യം. ഇതാണ് കണക്കിലെ വൈകല്യം. ഓക്കെ, അടുത്ത് നോക്കുക. ഡിസ്പ്രോക്സിയ എന്ന് പറയുന്നത് പേശി വൈകല്യമാണ്. പേശി വൈകല്യം. ഡിസ്നോമിയ, നെയിം നോക്കി, പേരുകൾ ഉപയോഗിക്കുന്നതിനുള്ള വൈകല്യം. ഓക്കെ, ADHD ഏതാണ്? ശ്രദ്ധാ വൈകല്യം. ഓക്കെ, പോയിന്റുകളെല്ലാം കിട്ടിയല്ലോ. അപ്പം നമുക്കൊന്ന് നമ്മുടെ ചോദ്യം നോക്കാം. ഡിസ്ലെക്സിയ, ലെക്സ് എന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. ലെക്സ് സോപ്പ് നമുക്കറിയാം അല്ലേ. അപ്പോൾ വായനാ വൈകല്യം. ഓക്കെ, വായനാ വൈകല്യം. അപ്പോൾ നമ്മൾ കൂടെ പഠിച്ചു. ആൻസർ നമുക്ക് കിട്ടി ഡിസ്ലെക്സിയ, വായനാ വൈകല്യം. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞു ഡിസ്ഗ്രാഫിയ പറഞ്ഞു. എന്നാണ് ഗ്രാഫിയ? എഴുത്തിലെ വൈകല്യം. എഴുത്തിലെ വൈകല്യമാണ് ഇത് ഡിസ്ഗ്രാഫിയ. കാൽക്കുലിയ, ആ പേനാത്തിനുണ്ട് കണക്കിലെ വൈകല്യം. അടുത്ത പഠിച്ചു പ്രോക്സിയ, പേശി വൈകല്യം. ഓക്കെ, ഡിസ്നോമിയ, നെയിം എന്താണ്? പേരുകൾ ഉപയോഗിക്കുന്നതിനുള്ള വൈകല്യം. ഓക്കെ, ADHD പറഞ്ഞു. എന്നാണ്? ശ്രദ്ധാ വൈകല്യം. ക്ലിയർ ആണല്ലോ പോയിന്റ് എല്ലാം. ഇനി നോക്കുക അടുത്ത ചോദ്യം. ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? പറഞ്ഞിരിക്കുന്നു. ഒന്ന് കേന്ദ്ര സവിശേഷകം, മുഖ്യ സവിശേഷകം, ദ്വിതീയ സവിശേഷകം, ഇവയൊന്നുമല്ല. ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. എന്താണ് സവിശേഷക സമീപനം? എന്താണ് സവിശേഷക സമീപനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം. ഇതാണ് എന്ത് പറയുന്നത്? സവിശേഷക സമീപനം പറയുന്നത്. ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റം. അപ്പോൾ സിമ്പിളായിട്ട് അത്രയും ആലോചിച്ചാൽ മതി. സവിശേഷക സമീപനം പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി ഈ സവിശേഷക സമീപനത്തെ മൂന്നായി. അപ്പോൾ ഈ സവിശേഷക സമീപനത്തിൻ്റെ വക്താവ് ഇവിടെ ഉണ്ട്, ആൽപോർട്ടാണ്. സവിശേഷക സമീപനത്തെ മൂന്നായി നമുക്ക് തിരിക്കാം. ഒന്ന് മുഖ്യ സവിശേഷകം, രണ്ട് മധ്യമ സവിശേഷകം, മൂന്ന് ദ്വിതീയ സവിശേഷകം. ഇതൊക്കെയാണ് മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം. അപ്പോൾ സവിശേഷക സമീപനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വ്യക്തിയുടെ എന്താണ് സവിശേഷ പെരുമാറ്റം അല്ലെ, ഒരു വ്യക്തിയുടെ സവിശേഷത അല്ലെങ്കിൽ പെരുമാറ്റത്തിൻ്റെ സവിശേഷതയൊക്കെ മനസ്സിലാക്കുന്ന സമീപനം. ഓക്കെ, ഇനി സവിശേഷക സമീപനങ്ങൾ അല്ലെങ്കിൽ സവിശേഷക സമീപനത്തിൻ്റെ വക്താവായിരുന്നു ചോദിച്ചാൽ ആരാണ്? ആൽപോർട്ടാണ്. ഇനി
അടുത്ത ഓർമ്മിക്കുക, ഈ സവിശേഷക സമീപനത്തെ ആൽപോർട്ട് എത്രയായി തിരിച്ചു? 3 തിരിച്ചു. ഒന്ന് ഏതാണ്? മുഖ്യ സവിശേഷകം. 2 പഠിക്കുക മധ്യമ സവിശേഷകം. 3 പഠിക്കുക ദ്വിതീയ സവിശേഷകം എന്നിങ്ങനെ 3 തിരിച്ചു. സവിശേഷകങ്ങളെ ആൽപോർട്ട് 3 തിരിച്ചു. മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം. ഓക്കെ, ഇനി നമുക്കിതിൽ എന്താണ് മുഖ്യ സവിശേഷം നോക്കാം. നോക്കി, മുഖ്യ സവിശേഷകം ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷത. ഒന്ന് ആലോചിച്ച് നോക്കി, മഹാത്മാഗാന്ധി എന്തായിരുന്നു അദ്ദേഹത്തെ ഫേമസ് ആക്കിയത്? നമുക്കറിയാം, എന്താണ്? അഹിംസ അല്ലേ. ചാർലി ചാപ്ലിൻ എന്താണ് അദ്ദേഹത്തെ ഫേമസ് ആക്കിയത്? ഫലിതം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് മുഖ്യ സവിശേഷത? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങൾ, പല പെരുമാറ്റങ്ങളുണ്ട്. പക്ഷേ അതിൽ മിക്കപ്പോഴും പ്രകടമാകുന്ന ഒന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ മേൽക്കൈ നേടിയ ഒന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന് എന്ത്? മേൽക്കൈ നേടിയൊരു സ്വഭാവ സവിശേഷതയുണ്ട്. അതാണ് അദ്ദേഹത്തിന് എന്ത്? മുഖ്യ സവിശേഷകം ആണ്. മഹാത്മാഗാന്ധിയിൽ കാണുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മുഖ്യ സവിശേഷകമായ അഹിംസ. ശ്രീബുദ്ധനിൽ കാണുന്നത് എന്ത് തന്നെയാണ്? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യവഹാരങ്ങളിൽ ഒരുപാട് വ്യവഹാരങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മേൽക്കൈ നേടുന്ന എന്താണ്? അദ്ദേഹത്തിൻ്റെ അഹിംസയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ സവിശേഷകം. അല്ലെങ്കിൽ ഗാന്ധിജിയിൽ പ്രകടമാകുന്നതും അത് തന്നെയാണ്. എന്താണ്? അഹിംസ. ഓക്കെ, അതുപോലെ ചാർലി ചാപ്ലിൻ പ്രകടമാകുന്നത് എന്താണ്? ഫലിതം. ഓക്കെ, അപ്പോൾ ഏതിൻ്റെ പേരിലാണോ അദ്ദേഹം ഫേമസ് ആകുന്നത്? ഒരു വ്യക്തി ഫേമസ് ആയി ഏതിൻ്റെ പേരിൽ? അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ സവിശേഷകം. പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കി, നമ്മളിപ്പോൾ ഡയറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നോക്കാം. ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവരിൽ ഏതിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ആൻസർ കിട്ടും മുഖ്യ സവിശേഷകം. ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ നമ്മൾ പോയിന്റ് കിട്ടി. നമുക്ക് മുഖ്യ സവിശേഷകം എന്താണെന്ന് മനസ്സിലായി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താണ്? മധ്യമ സവിശേഷകം. ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ ഏതാനും സ്വഭാവ സവിശേഷതകളാണ് ഏത്? മധ്യമ സവിശേഷം എന്ന് പറഞ്ഞാൽ എന്നാണ് അത്രയും അങ്ങ് മേൽക്കൈ ഏറി നിൽക്കുന്ന ഒന്നൊന്നുമല്ല. കാര്യം അഹിംസ നമ്മൾ പറഞ്ഞു. എന്താണ് അഹിംസ എന്ന് പറയുന്നത്? മഹാത്മാഗാന്ധിയുടെ ഒരുപാട് വ്യവഹാരങ്ങൾ ഏറ്റവും കൂടുതൽ മേൽക്കൈ നേടിയതാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഫേമസ് ആയത്. എന്നാൽ മധ്യമ സവിശേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് സാമാന്യമായി കാണപ്പെടുന്ന ചില വ്യവഹാര രീതികളുണ്ടല്ലേ, അതാണിത് മധ്യമ സവിശേഷകം. ഓക്കെ, ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവും അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ ഏതാനും സ്വഭാവ സവിശേഷതകളുണ്ട്. അതാണ് മധ്യമ സവിശേഷത. അതായത് മഹാത്മാഗാന്ധി അഹിംസ എന്ന പേരിലാണ് ഫേമസ് ആയത്. എന്നാൽ ഈ അഹിംസയുടെ പാത പിന്തുടർന്ന മറ്റ് പല വ്യക്തികളുമുണ്ട്. കാരണം അവർ അഹിംസ പിന്തുടരുന്നു എന്നേ ഉള്ളൂ എന്ന് കരുതി അത് അത്രയ്ക്കോളം അങ്ങ് മേൽക്കൈ ഏറി നിൽക്കുന്ന ഒന്നല്ല. അതാണ് ഇത് മധ്യമ സവിശേഷം. എന്നാൽ അടുത്ത് ഓർമ്മിക്കേണ്ടത് ദ്വിതീയ സവിശേഷം. അതായത് ഒരാളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന സവിശേഷം. ഒരാളിൽ എന്താണ്? ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന സവിശേഷത്തെ വിളിക്കുന്ന പേരാണ് ദ്വിതീയ സവിശേഷകം. ഓർമ്മിക്കുക, വല്ലപ്പോഴും മാത്രം പ്രകടമായി കാണുന്ന സവിശേഷങ്ങളെ വിളിക്കുന്ന പേരാണ് ദ്വിതീയ സവിശേഷം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് സവിശേഷക സമീപനം. ഓർമ്മിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കി, അപൂർണമായ രൂപങ്ങളിൽ പൂർണ്ണരൂപം ദർശിക്കാനുള്ള മനസ്സിൻ്റെ പ്രവണതയെ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ഏതാണ്? ചോദ്യം കാണുന്ന സമയത്ത് തന്നെ കിട്ടും. അപൂർണമായ രൂപങ്ങളിൽ നിന്നും പൂർണ്ണ രൂപം ദർശിക്കാനുള്ള മനസ്സിൻ്റെ പ്രവണത ഏത് മനഃശാസ്ത്രം? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അഥവാ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് നമുക്ക് എഴുതാം. ഓർമ്മിക്കുക, ഗസ്റ്റാൾട്ട് അഥവാ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്നൊക്കെ കാണും. ഓർമ്മിക്കുക, അപൂർണമായ രൂപങ്ങളിൽ നിന്നും പൂർണ്ണ രൂപം ദർശിക്കാനുള്ള മനസ്സിൻ്റെ പ്രവണതയെ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം അഥവാ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നു. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണ്. ഇനി എന്നാൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ നോക്കിയേ, പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് നിയമങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒന്നാമത്തത് സാമ്യതാ നിയമം അഥവാ സാദൃശ്യ നിയമം. ഓക്കെ, അതായത് അംഗങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നു. അതായത് സദൃശ്യമായവയെ ഒരു ഗ്രൂപ്പായി കാണാനുള്ള പ്രവണത. നോക്കി, നമ്മൾ ഫിഗർ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം, ഇവിടെ കുറേ കുഞ്ഞു വൃത്തങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവിടെ കുറേ ചെറിയ വൃത്തങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ കുറേ ചെറിയ വൃത്തങ്ങളാണെങ്കിൽ നോക്കി, ഇതൊരു വൃത്തം അങ്ങനെ കുറേ ചെറിയ വൃത്തങ്ങളാണ്.
പക്ഷെ നമ്മളെങ്ങനെയാണ് ഇത് വീക്ഷിക്കുന്നത് നോക്കി, നമ്മൾ വീക്ഷിക്കുന്ന നോക്കി, ഇതൊരു ത്രികോണം പോലെയാണ് നമ്മൾ വീക്ഷിക്കുന്നത്, ശരിയല്ലേ? ഇവിടെ മറ്റൊരു ത്രികോണം നമ്മൾ വീക്ഷിക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പം ഇങ്ങനെ രണ്ട് ത്രികോണങ്ങളായിട്ടാണ് നമ്മളിതിനെ വീക്ഷിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ഇത് എന്താണ് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ പറയും നോക്കി വെളുത്ത വൃത്തങ്ങളുടെ നിര, അത് കഴിഞ്ഞ് കറുത്ത വൃത്തങ്ങളുടെ നിര, വീണ്ടും വെളുത്ത വൃത്തങ്ങളുടെ നിര, കറുപ്പ് വെളുപ്പ്, ഇങ്ങനെ എന്താണ് വെളുത്ത വൃത്തങ്ങളുടെ 3 നിരകളും കറുത്ത വൃത്തങ്ങളുടെ 3 നിരകളും എന്നായിരിക്കും നമ്മൾ ആദ്യം പറയുന്നത്. പക്ഷേ നമ്മളിവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മതി, യഥാർത്ഥത്തിൽ കുറേ ചെറിയ ചെറിയ വൃത്തങ്ങൾ മാത്രമാണ്, കറുപ്പും വെളുപ്പുമായ കുറേ വൃത്തങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ നമ്മളതിനെ എന്ത് ചെയ്തു, അതിനെ ഒരുമിച്ചാണ് നമ്മൾ വീക്ഷിക്കുന്നത്. നോക്കി, വെളുത്ത വൃത്തങ്ങളെ കുറേ നിരകളെന്നും കറുത്ത വൃത്തങ്ങളെ കുറേ നിരകളെന്നും ഇങ്ങനെയാണ് നമ്മൾ അതിനെ വീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ പോയിന്റ് നമ്മൾ പറഞ്ഞത്. അത് ഓക്കെ, ശ്രദ്ധിച്ച്, അംഗങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായി നമ്മൾ വീക്ഷിക്കുന്നു. അതായത് സദൃശ്യമായവയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പായി കാണുന്നു. ഓക്കെ, സദൃശ്യമായ ഒരേപോലെ ഇരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പായി നമ്മൾ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറേ വൃത്തങ്ങൾ നമ്മൾ എന്തായി കണ്ടത്, ഒരു ത്രികോണമായി കണ്ടത്. ഓക്കെ, ഇതാണ് ഏത് നിയമം, സാമ്യതാ നിയമം അഥവാ സാദൃശ്യ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ചിത്രം 1 വൃത്തങ്ങളെ 2 ത്രികോണങ്ങളായി വീക്ഷിക്കുന്നു. ചിത്രം 2 കറുത്ത വൃത്തങ്ങളുടെ 3 നിരകളും വെളുത്ത വൃത്തങ്ങളുടെ 3 നിരകളുമായി കാണുന്നു. കാഴ്ചയിൽ സാദൃശ്യമുള്ളവയെ ഒരു കൂട്ടമായി കാണുന്നു. എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കൂട്ടമായി കാണുന്നു. ഇതാണ് ഏത് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ സാദൃശ്യ നിയമം. അവിടെ നോക്കിയേ, 2 സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. ചിത്രം 1 നോക്കുക, അതുപോലെ തന്നെ ചിത്രം 2 ശ്രദ്ധിക്കുക. ചിത്രം 1 നോക്കിയാൽ നിങ്ങൾ എന്താണ് ചിത്രം 1 കാണുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് പറയും, ചിത്രം 1 കാണുന്നത് ഓക്കെ 2 ചതുരങ്ങളുടെ ഒരു സെറ്റ്, അടുത്ത 2 ചതുരങ്ങളുടെ മറ്റൊരു സെറ്റ്, അടുത്ത 2 ചതുരങ്ങളുടെ 3 സെറ്റ്, അത് ഈ 2 ചതുരങ്ങൾ വീതമുള്ള 3 സെറ്റ് എന്ന് പറയും. ഇവിടെ നോക്കി രണ്ടാമത്തെ ചിത്രം നോക്കി നിങ്ങൾ എന്ത് പറയും, ഉറപ്പായി നിങ്ങൾ പറയുന്നതാണ് ഒരു ചെറിയ വരയും വലിയ വരയും ചേർന്ന ഒരു സെറ്റ്, അടുത്ത ചെറിയ വരയും വലിയ വരയും ചേർന്ന മറ്റൊരു സെറ്റ്, അടുത്ത ചെറിയ വരയും വലിയ വരയും ചേർന്ന മറ്റൊരു സെറ്റ്, അങ്ങനെ എത്ര സെറ്റുണ്ട്, 4 സെറ്റുണ്ടെന്ന് പറയും. ചെറിയ വരകളും വലിയ വരകളും ചേർന്ന 4 സെറ്റ് എന്ന് പറയും, ശരിയല്ലേ? അതായത് നമ്മളിവിടെ വീക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോക്കി, ചിത്രത്തിൽ 6 ചതുരങ്ങളുടെ കൂട്ടമാണോ 2 ചതുരങ്ങളുടെ 3 കൂട്ടമായാണോ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും പറയും 2 ചതുരങ്ങളുടെ 3 കൂട്ടമാണ് തോന്നുന്നതെന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ചിത്രം 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷം ചെയ്തു. അതായത് നമ്മളിവിടെ വീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ളവയെ ഒരു കൂട്ടമായി കാണുന്നു. അടുത്തടുത്തുള്ളവയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടമായി കാണുന്നു. ഒരാൾ ബിവറേജസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു വിചാരിക്കാം. ഓക്കെ, മദ്യങ്ങൾ വിൽക്കുന്ന ബിവറേജസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളെ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, അയാൾ എവിടെ പോയി, മദ്യം വാങ്ങാനായി ബിവറേജസിൽ പോയെന്ന് പറയും. കാരണം അയാളെ നമ്മൾ അതിൻ്റെ മുന്നിൽ വെച്ച് കണ്ടു കഴിഞ്ഞു അല്ലേ. അതായത് അയാളെ അതിനടുത്ത് വെച്ച് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ എന്തുറപ്പിച്ചു, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചിന്തിച്ചു അയാൾ അവിടെ പോയതാണ്. എന്നാൽ അതിന് തൊട്ടപ്പുറത്തൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കടയുണ്ട്, അവിടെ പോയതാണ്, യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ പോയതാണ്. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞു, ഇതിനടുത്ത് വെച്ച് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ അയാൾ അവിടെ പോയതാണെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ നമ്മൾ ഇവിടെയും ചെയ്ത് നോക്കി, അടുത്തടുത്തിരിക്കുന്നവയെ നമ്മൾ എന്ത് ചെയ്തു, ഒരു രംഗചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എടുത്തു. നോക്കി, ഇത് രണ്ടും ഒരു സെറ്റായി നമ്മൾ കണ്ടു. യഥാർത്ഥം പറഞ്ഞത് 6 ചതുരങ്ങൾ മാത്രമായിരുന്നു. ഇവിടെ നോക്കി, ഇവിടെ 8 രേഖാഖണ്ഡങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അടുത്തടുത്തിരുന്നവയെ നമ്മൾ എന്ത് ചെയ്തു, ഒരു രംഗചിത്രീകരണത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത 2 വീതമുള്ള 3 സെറ്റ് എന്നങ്ങ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ നിയമം, സാമീപ്യ നിയമം. ഓക്കെ, അടുത്ത് സ്ഥിതി ചെയ്യുന്ന അംഗങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. അതായത് സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത. അടുത്തടുത്തിരിക്കുന്നവയെ എന്ത് ചെയ്തു, ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നിയമം, സാമീപ്യ നിയമം. അടുത്ത 3 ശ്രദ്ധിക്കുക, സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം. ഓക്കെ, അതായത് അടഞ്ഞു കാണൽ നിയമം. എന്താണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും ഒരു വൃത്തം കണ്ടു. ഇവിടെ എന്താണ് രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കണ്ടത് ചോദിച്ചാൽ നിങ്ങൾ അവിടെയും ഉറപ്പായിട്ട് പറയും ഒരു ചതുരം കണ്ടു. നോക്കി, യഥാർത്ഥത്തിൽ ഇതെന്താണ്, കുറേ രേഖാഖണ്ഡങ്ങൾ മാത്രമാണ് അല്ലേ. ഓക്കെ, കുറേ വക്രരേഖകൾ മാത്രമാണ്. പക്ഷെ നമുക്കിതിനെ വൃത്തമായി തോന്നുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള വിടവുകൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫില്ല് ചെയ്തു. ഈ വിടവുകൾ നമ്മൾ പൂർത്തിയാക്കി, എന്നിട്ടാണ് നമ്മളതിനെ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിന് വൃത്തമായി കണ്ടു. ഇവിടെ നോക്കി, കുറേ കുത്തുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മളതിന് എന്തായി കണ്ടു, ഇതിനിടയിലുള്ള ഗ്യാപ്പ് ഇത് നമ്മളങ്ങ് ഫില്ല് ചെയ്തു. വിടവുകൾ നമ്മളങ്ങ് പൂർത്തിയാക്കിയ ശേഷം
എന്ത് ചെയ്തു, അതിനൊരു ചതുരമായി നമ്മൾ വീക്ഷിച്ചു. ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത. നോക്കി ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണതയെ നമുക്ക്, അങ്ങനെ ഒരു പ്രവണത നമുക്കുണ്ട്. ഇതാണ് നമ്മൾ ഈ പറയുന്ന സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം. ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണത. ഓക്കെ, ഒരാൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെയും അതേ ഉദാഹരണം തന്നെ പറയാം. ഒരാൾ സിനിമാ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ സിനിമാ തിയേറ്ററും കണ്ടു, ഇയാൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ഉടനെ നമ്മൾ ആ ഇടയിലുള്ള ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തു. അയാൾ അവിടെ സിനിമ കാണാൻ പോയതാണെന്ന് ആക്കി അല്ലേ. അപ്പോൾ ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണത ഇതാണ് നമ്മൾ പറയുന്ന പരിപൂർത്തി നിയമം അല്ലെങ്കിൽ സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മിക്കുക, പരിപൂർത്തി നിയമം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, അടുത്ത 4ാമത്തെ നിയമം ശ്രദ്ധിക്കുക, തുടർച്ചാ നിയമം, ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് ചിത്രം എ ഒരു രേഖ കണ്ടെത്തി ഒരു വക്രരേഖ ഖണ്ഡിക്കുന്നതായി കാണാനാണോ അതോ ബിയിലെ 2 ചിത്രങ്ങളുടെ സംഗമമായി കാണാനാണോ സാധ്യത കൂടുതൽ? നോക്കുക, ഇവിടെ നമ്മൾ ചിത്രം എയിൽ കാണുന്നത് ഒരു രേഖാഖണ്ഡത്തെ അല്ലെങ്കിൽ ഒരു വക്രരേഖയെ ഒരു രേഖാഖണ്ഡം ഇങ്ങനെ ഖണ്ഡിക്കുന്നു. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതൊരു വക്രരേഖ, ഇതൊരു രേഖാഖണ്ഡം, ഇതൊരു മറ്റൊരു രേഖാഖണ്ഡം. ഇതിൽ ഏതാണ് നിങ്ങൾ ഒരു രേഖയെ ഒരു വക്രരേഖയെ ഒരു വക്രത, ഇങ്ങനത്തെ ഒരു വക്രരേഖയെ ഒരു രേഖാഖണ്ഡം 2ആയി മുറിക്കുന്നു. അങ്ങനെയാണോ നമ്മൾ വീക്ഷിക്കുന്നത്? അതിനേക്കാൾ നമ്മൾ ഈ ഫിഗർ കണ്ടിട്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരിക്കും, ഇത് രണ്ടും ചേർന്നാണ് ഇതുണ്ടായെന്ന് നമ്മൾ പറയും. ശരിയല്ലേ? ഇതിനോട് ചേർന്ന സാധനമാണ് ഇതെന്ന് നമ്മൾ പറയുള്ളൂ. അതായത് ചിത്രം എ ഒരു രേഖാഖണ്ഡത്തിൽ ഒരു വക്രരേഖ ഖണ്ഡിക്കുന്നതായി കാണാനാണോ അതോ ബിയിലെ 2 ചിത്രങ്ങളെ സംഗമമായി കാണാനാണോ സാധ്യത കൂടുതലെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ എന്തേ പറയുള്ളൂ, ഈ 2 രേഖാഖണ്ഡങ്ങൾ ഒരുമിച്ച് ചേർന്ന ചിത്രമാണ് ഇത് എന്നായിരുന്നു നമ്മൾ ആദ്യം പറയുന്നത്. അത് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോക്കി, അതേപോലെ മറ്റൊരു ചിത്രം നോക്കി, ചിത്രത്തിൽ നോക്കി ഇത് കണ്ടാൽ നമ്മൾ എന്ത് പറയും, ഇതൊരു സ്പൈറൽ ആണെന്ന് നമ്മൾ പറയും അല്ലേ. ഇതൊരു സ്പൈറൽ പോലെ പോയിരിക്കുന്നതെന്ന് നമ്മൾ പറയുള്ളൂ അല്ലേ. നോക്കി ഇതൊരു സ്പൈറൽ പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. കാരണം എന്താണ്, യഥാർത്ഥത്തിൽ ഇത് എന്ത് മാത്രമാണ്, കുറേ വൃത്തങ്ങൾ മാത്രമാണ്. ചെറിയ വൃത്തം, അത് കഴിഞ്ഞ് അടുത്ത വലിയ വൃത്തം, അങ്ങനെ കുറേ വൃത്തങ്ങളായിരുന്നു. പക്ഷെ ഇത് കാണുന്ന സമയത്ത് നമുക്കിത് എന്ത് പോലെ തോന്നും, ഒരു ചാക്രിക രേഖ, ഒരു സ്പൈറൽ പോലെ നമുക്ക് തോന്നും. കാരണം ഇതിലെ ഓരോ വൃത്തങ്ങൾ നമ്മൾ ബന്ധിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മളവിടെ എന്ത് ചെയ്തു, ബന്ധിപ്പിച്ച് അതിനൊരു ഒരു സ്പൈറൽ പോലെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, അതായത് പ്രത്യേക ഘടകങ്ങളെ നമുക്ക് അർത്ഥപൂർണമായ ഒരു തുടർ രേഖയോ രൂപമാതൃകയോ കിട്ടാൻ പാകത്തിൽ നാം സങ്കലനം ചെയ്യുന്നു എന്നാണ് ഈ നിയമം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് അതെല്ലാം പ്രത്യേക ഘടകങ്ങളായിരുന്നു. പക്ഷെ നമ്മളെന്ത് ചെയ്തു, നമുക്കത് അർത്ഥപൂർണമായൊരു തുടർ രേഖ കിട്ടണം അല്ലെങ്കിൽ ഒരു രൂപമാതൃക കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പരസ്പരം യോജിപ്പിക്കുന്നു, സങ്കലനം ചെയ്യുന്നു. അതാണ് ഏത് നിയമം, നമ്മുടെ തുടർച്ചാ നിയമം. അതായത് 2 രേഖാഖണ്ഡങ്ങളായിരുന്നു അല്ലേ ബിയിൽ കണ്ടത്, അത് നമ്മൾ യോജിപ്പിച്ച് വായിക്കണം, നമുക്ക് യോജിപ്പിച്ച് കാണാൻ നമുക്ക് താല്പര്യം കൊടുക്കും. അതുപോലെ പല 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 വൃത്തങ്ങളായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പൈറൽ പോലെ ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കാൻ നമ്മൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇതാണ് ഏത് നിയമം പറയുന്നത്, നമ്മുടെ തുടർച്ചാ നിയമം പറയുന്നത്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കേണ്ടത് 5 രൂപപശ്ചാത്തല ബന്ധം. നോക്കുക, വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുന്നു. അതോടൊപ്പം പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നു. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കി, ഈ ഫിഗർ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നോക്കി, ചിത്രത്തിൽ വെളുത്ത പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ കറുത്ത ഭാഗം നോക്കാം. ഓക്കെ, വെളുത്ത പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് കറുത്ത ഭാഗം മാത്രം നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 2 ആൾക്കാർ മുഖാമുഖം നോക്കി നിൽക്കുന്നതാണ്. എന്നാൽ കറുത്ത പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കറുത്ത നിങ്ങൾ ബാക്കിലോട്ട് ആക്കിക്കൊണ്ട് നിങ്ങൾ വെളുത്ത ഭാഗം മാത്രം നോക്കി അതിനൊരു പൂപ്പാത്രമായി ഒരു ഫ്ലവർ വൈസ് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. നോക്കിയാ, ഒന്ന് സൂക്ഷിച്ച് നോക്കി ചിത്രത്തിലേക്ക്. അതായത് വെളുത്ത പശ്ചാത്തലത്തെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് കറുത്ത പശ്ചാത്തലം നോക്കുന്ന സമയത്ത് 2 വ്യക്തികൾ മുഖാമുഖം നോക്കി നിൽക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ തിരിച്ച് എങ്ങനെ, കറുത്ത പശ്ചാത്തലത്തെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് വെളുത്ത പശ്ചാത്തലം നോക്കിയാൽ അതൊരു ഫ്ലവർ വൈസ് ആയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞ പോയിന്റ് ഇങ്ങനെ, വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുന്നു, അതോടൊപ്പം പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നു. ഇതാണ് രൂപപശ്ചാത്തല ബന്ധം. ചിത്രത്തിൽ വെളുത്ത പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് കറുത്ത ഭാഗം നോക്കിയാൽ പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന 2 മുഖങ്ങൾ കാണും. പശ്ചാത്തലം കറുത്ത ഭാഗമായി നോക്കിയാൽ ഒരു വെളുത്ത പൂപ്പാത്രമായിരിക്കും നാം കാണുന്നത്.
ഈ പ്രത്യേക രൂപം പശ്ചാത്തല ബന്ധം എന്നറിയപ്പെടുന്നു. ഈ പ്രത്യേകതയെ നമുക്ക് രൂപ പശ്ചാത്തല ബന്ധം എന്നറിയപ്പെടുന്നു. രൂപ പശ്ചാത്തല ബന്ധം എന്നറിയപ്പെടുന്നു. പോയിന്റ് കൃത്യമായി നോട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി ശ്രദ്ധിക്കേണ്ടത്, നമുക്കിനി അടുത്ത പ്രധാനമായിട്ടും പറയേണ്ടത് തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങൾ. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിൻ്റെ എന്താണ് അനുബന്ധം പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമ്മൾ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ പ്രധാനപ്പെട്ട ഈ നിയമങ്ങൾ മാത്രമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം. തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങൾ. ഓക്കെ, തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. 1 സന്നദ്ധതാ നിയമം, 2 ഫല നിയമം, 3 ആവർത്തന നിയമം. ഓക്കെ, ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം, ഫല നിയമം, അതുപോലെ തന്നെ ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം. സന്നദ്ധതാ നിയമം പറഞ്ഞു ലോ ഓഫ് റെഡിനെസ്. ഫല നിയമത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? പരിണാമ നിയമം. ഓക്കെ, ഇഫ എന്നാണ് ഫല നിയമം, പരിണാമ നിയമം. അതുപോലെ ആവർത്തന നിയമം, അഭ്യാസ നിയമം. ഓക്കെ, ഓർമ്മിക്കുക. ഇനി അപ്പോൾ ഇത് മൂന്നുമാണ് എന്ത്? തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങൾ. ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ പറഞ്ഞ മറ്റൊരു ചോദ്യമാണിത്. ചോദ്യമായിട്ടില്ല എങ്കിലും തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചു വയ്ക്കുക. 1 സന്നദ്ധതാ നിയമം, 2 ഫല നിയമം, 3 ആവർത്തന നിയമം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചില പ്രധാന ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധവുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളതിൽ അവസാനം തോണ്ടേക്കിൻ്റെ പഠന നിയമവും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ടത് ഇത്രയും ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക, അതിൻ്റെ അനുബന്ധവും കൃത്യമായി നോക്കുക. മറ്റുള്ള ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.